ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്നലെ നാം സൂചിപ്പിച്ച ഹദീസിന്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വിഷയത്തിന് ആധാരം. 7 വിഭാഗം ജനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്പെഷ്യൽ തണലായ അർശിന്റെ തണൽ അന്ത്യനാളിൽ നൽകുമ്പോൾ അതിലൊന്നാമതായി പറഞ്ഞത് ഇമാമുൻ അദ്ലുൻ, നീതി ചെയ്യുന്ന ഭരണാധികാരി എന്നതാണ്. അതിനെ സംബന്ധിച്ച് ഒരൽപ്പം ഇന്നലെ നാം വിശദീകരിച്ചു. ഏത് ഭരണരംഗത്തുള്ളവരും അവരവരുടെ മേഖലയിൽ നീതി പുലർത്തുന്നവർ ആകണം എന്ന് നാം സൂചിപ്പിച്ചു. ഇന്ന് ആ ഹദീസിന്റെ രണ്ടാമത്തെ ഭാഗമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അർശിന്റെ തണൽ ലഭിക്കുന്ന രണ്ടാമത്തെ വിഭാഗം വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഇബാദത്തിലായി വളർന്നു വന്ന യുവാവ്, വളർന്നു വന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. യുവത്വം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒരു വലിയ അനുഗ്രഹം ആണ്. യുവത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ആരോഗ്യം ഉണ്ടാകുന്നു എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിഷയം ആരോഗ്യവും ആരാധനയും എന്നതാണ്. ആരോഗ്യമുള്ള സമയത്താണ് നാം അല്ലാഹുവിന് വളരെ ആരാധനകൾ നിർവഹിക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗങ്ങൾ എണ്ണിപ്പഠിപ്പിക്കുമ്പോൾ ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹി എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഖുസ്സ ശാബു ലികൗനിഹി മദിന്നത ഗലബത്തി ശഹ്വ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുവത്വത്തെ സംബന്ധിച്ചും യുവാവിനെ സംബന്ധിച്ചും പ്രത്യേകം പറയാനുള്ള കാരണം, യുവത്വമുള്ള സമയത്താണ് ശരീരത്തിന്റെ ചാബല്യങ്ങൾക്ക് മനുഷ്യൻ അടിമപ്പെട്ടു പോകാനും മനുഷ്യന്റെ കുട്ടിത്തരത്തിൽ അവന്റെ യൗവനകാലത്ത് പല അബദ്ധങ്ങളിലേക്കും തിരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ആ സമയം അവനവനെ സൃഷ്ടിക്കപ്പെട്ട ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യത്തെ സംബന്ധിച്ച് ബോധമുള്ളതോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നവനാണ് അല്ലാഹു പ്രത്യേകമായ സമ്മാനം നൽകുന്നത്. മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത് ഈ ഭൗതികമായ ലോകത്തിൽ ജീവിച്ച് മറ്റുള്ള മൃഗങ്ങളെ പോലെ ഭുജിച്ച് ഭോഗിച്ച് ജീവിച്ച് ജീവനൊടുക്കാൻ വേണ്ടി അല്ല. മറ്റുള്ള ജീവികൾക്കൊക്കെ ഇവിടെ ജീവിക്കണം, ഭുജിക്കണം, തിന്നണം, അതിന്റെ വികാരശമനം നടത്തണം, കിടക്കണം, ഉറങ്ങണം, ഉണരണം, അങ്ങനെ അങ്ങ് ചത്തുപോകണം എന്നതാണ് അതിന്റെ ജീവിതത്തിന്റെ അകത്തുവ. നേരെ മറിച്ച് മനുഷ്യൻ അങ്ങനെ അല്ല. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്
മനുഷ്യനെയും ജിന്നിനെയും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു ജല്ല ജലാലുഹു പറയുന്നു. അപ്പൊ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ് മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടാൻ ഏറ്റവും കൂടുതൽ അനുയോജ്യമായ സമയം യുവത്വത്തിന്റെ സമയമാണ്. കാരണം പ്രായമാകുമ്പോൾ മനുഷ്യന് ഇബാദത്തുകൾ ചെയ്യാൻ ആരോഗ്യപരമായ ധാരാളം തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യുവത്വമുള്ള സമയത്താണ് അല്ലാഹുവിനെ ആരാധന ചെയ്യാൻ ഏറ്റവും കൂടുതൽ സൗകര്യം ഉള്ളത്. മനുഷ്യൻ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ജീവിക്കുമ്പോൾ പിൽക്കാല ജീവിതത്തെ സംബന്ധിച്ച് പലപ്പോഴും ഓർമ്മ ഉണ്ടാവുകയില്ല. ഈ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കൾ ചിന്തിക്കണം, നമുക്കാർക്കും ഇവിടെ ഇത്രകാലം ജീവിക്കാം എന്നതിൽ ഗ്യാരണ്ടിയൊന്നും ഇല്ല. ഇബ്നു ബാത്തത്തുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞതുപോലെ പ്രായമുള്ളവരെ വിളിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഓ പ്രായം ചെന്ന് കൈയും കാലുമൊക്കെ അതാ ചുളിഞ്ഞു, ശരീരത്തിലെ രോമങ്ങളൊക്കെ വെളുത്തിട്ടുള്ളവർ ഇല്ലേ, അങ്ങനെ നരബാധിച്ചിട്ടുള്ളവർ ഉണ്ടല്ലോ. അവരെ സംബന്ധിച്ച് ഇബ്നു ബാത്തത്തുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, ഓ നരബാധിച്ചിട്ടുള്ള വാർദ്ധക്യം ചെന്ന ആളുകളെ, വന്നോട്ടെ. തലയും താടിയുമൊക്കെ നരച്ചിട്ടുള്ളവരെ, ഒരു പഴത്തിന്റെ തോല് പച്ചക്കായ കൊടുക്കും. നിങ്ങൾ എന്തിനാണ് അങ്ങോട്ടൊന്നും വിശേഷിണ്ട ഞാൻ പറയും. ഒരാള് ഒന്ന് ദ്വാരപ്പിക്കാൻ വേണ്ടി വന്ന് പറയാൻ വേണ്ടി സമ്മതം ചോദിച്ചാണ്. അയാൾ വന്ന് ദ്വാരപ്പിച്ച് പോയിക്കോട്ടെ, അയാൾക്ക് അത്ര അർജന്റ് ഉള്ളത് കൊണ്ടാണ്, ഒരു ചെറിയ രോഗമുള്ളത് കൊണ്ട് വിഷമമുള്ളത് കൊണ്ട് പറഞ്ഞാണ്. നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ടില്ല. പ്രായമായി തലയും താടിയുമൊക്കെ നരച്ചിട്ടുള്ളവരെ, ഒരു പഴം, ഒരു പച്ചക്കായ, അതിന്റെ തോലിന്റെ കളർ മാറിയാൽ പിന്നെ അതുണ്ടോ കൊത്തിയെടുക്കാതെ ആ വാഴക്കുല ആ വാഴയുടെ മേലെ നിർത്തുന്നില്ലല്ലോ. തേങ്ങ വിളഞ്ഞു വരണ്ടു കഴിഞ്ഞാൽ പറിക്കാതെ വെക്കുന്നില്ലല്ലോ. ഇതുപോലെ ശരീരത്തിലുള്ള രോമങ്ങളുടെ കളറുകൾ മാറിയ പ്രായം ചെന്ന ജനങ്ങളെ ഇനി പറിക്കാനുള്ള സമയം മാത്രമേ ബാക്കിയുള്ളൂ എന്നത് ജീവിതത്തിൽ ഒരിക്കലും വിസ്മരിച്ചു പോകണ്ട. ഇത് പറഞ്ഞ ഉടനെ ഇബ്നു ബാത്തത്തുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഉപദേശത്തിനിടയ്ക്ക് പറയുകയാണ്, ഓ ചെറുപ്പക്കാരെ, പഴുത്ത പഴം മാത്രമല്ലല്ലോ പറിക്കാറുള്ളത്, പച്ചക്കായ ഇരിഞ്ഞെടുക്കുന്നത് നിങ്ങൾ കാണാറില്ലേ? പച്ചക്കായ ഇരിഞ്ഞെടുക്കുന്നത് കാണാറില്ലേ? ഇളനീര് പറിച്ചെടുക്കുന്നത് കാണാറില്ലേ? പച്ചമാങ്ങ തച്ചിടുന്നത് കാണാറില്ലേ? പ്രായമുള്ളപ്പോൾ മാത്രമേ മരണം സംഭവിക്കുകയുള്ളൂ എന്ന ധാരണയോടെ ചെറുപ്പക്കാരാ നീ ജീവിക്കേണ്ടതില്ല. നിന്റെ മുന്നിൽ നിന്ന് അതേ പ്രായം വളരെ കൂടുതലൊന്നും ആയിട്ടില്ല, വിവാഹം തന്നെ കഴിച്ചിട്ടില്ല, അങ്ങനെയുള്ള എത്രയെത്ര ചെറുപ്പക്കാർ വളരെ പെട്ടെന്ന് അപകടത്തിലും അല്ലാതെയുമായി മരിച്ചുപോയവർ ഉണ്ട്. ഓ ചെറുപ്പക്കാരെ, ഓ ചെറുപ്പക്കാരികളെ, മരണത്തിന്റെ സമയം എപ്പോഴാണെന്നതിനെ സംബന്ധിച്ച് പറയാൻ നിർവാഹമില്ല. ചെറിയ കുട്ടികളെ വിളിച്ചിട്ട് ഇബ്നു ബാത്തത്തുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ പറഞ്ഞു, ഓ പഠിക്കുന്ന വിദ്യാർത്ഥികളെ, പഠിക്കുന്ന ചെറിയ കുട്ടികളെ,
പച്ചക്കറി കൃഷി നടക്കുമ്പോൾ, നിങ്ങൾ വെള്ളേരിയും കയപ്പയും പടവലവുമൊക്കെ കൃഷി ചെയ്യുമ്പോ അത് മിടിയിട്ട് വരുമ്പോൾ തന്നെ ഈച്ച കുത്തിപ്പോകുന്നത് കാണാറില്ലേ? തെങ്ങിന്റെ മുരട്ട് മച്ചുങ്ങ വീണത്, വെളിച്ചിൽ വീണത് കാണാറില്ലേ? ഉണ്ണിമാങ്ങ കൊഴിഞ്ഞു പോകുന്നത് കാണാറില്ലേ? ഇവിടെ മരണത്തിനുണ്ടോ പ്രായത്തിന്റെ കണക്ക്? നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഏതൊരു മനുഷ്യനും മരിക്കേണ്ടി വരില്ലേ? മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചതെന്തിനാണ്? നിങ്ങൾക്കിവിടെ സുഖിച്ച് ഭോഗിച്ച് ജീവിച്ച് അങ്ങ് മരണപ്പെട്ടു പോകാനല്ല. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് ജിന്നിനെയും മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചത് എന്ന് സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന റബ്ബ് അവന്റെ കലാമായ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും ബോധം വേണം. അല്ലാഹുവിനെ ഇബാദത്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. ആ ഇബാദത്തിനുള്ള സൗകര്യവും ആരോഗ്യവുമുള്ള സമയം യുവത്വമുള്ള സമയമാണ്. പ്രായമുള്ളവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. അവർ നേരത്തെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മടി കാണിച്ചവരാണെങ്കിൽ ഇപ്പോൾ അവർ ഖേദിക്കുകയാണ്. മരിക്കാൻ അവർക്ക് സന്ദർഭം ഇല്ല. ധർമ്മരാജിങ്കോയിൽ ഇവിടെ മുന്നിൽ കസേര പിന്നെ അവിടെ ഉള്ളവരെ എഴുന്നേൽപ്പിക്കണം. നോക്കിയിട്ടല്ലേ എന്തോ കാര്യം. ഇവിടെ മുന്നിൽ 1-2 കസേര വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങോട്ട് ഇനിയിപ്പോ അത് നോക്കുമല്ല, നോക്കേണ്ടവർ നോക്കാത്തോണ്ടാണ് ഞാനിത് നോക്കേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് യുവത്വം. ആ യുവത്വം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള സമയമാണ്. അതിന് നീണ്ട സമയങ്ങളൊന്നുമില്ല. കുറേ കാലം ഞാൻ ആരോഗ്യത്തിൽ തന്നെ നിലനിൽക്കും എന്ന് ചിന്തിക്കുന്നതിന് അർത്ഥമില്ല. ഏത് സമയത്താണ് മനുഷ്യന് രോഗം വരുന്നതെന്നറിയില്ല. എത്ര യുവാക്കളാണ് ഇപ്പോൾ വളരെ ചെറുപ്പത്തിൽ ക്യാൻസർ രോഗം വന്ന് മരിച്ചുപോയവർ, ക്യാൻസർ രോഗത്തിൽ ഇപ്പോഴും കിടക്കുന്നവർ, വളരെ ചെറുപ്പത്തിൽ കിഡ്നിയുടെ രോഗം വന്ന് വിഷമിക്കുന്നവർ, വളരെ ചെറുപ്പത്തിൽ ഹാർട്ടിന്റെ അസുഖം വന്ന് ബുദ്ധിമുട്ടുന്നവർ. ഇന്നലെ എന്നെ സമീപിച്ച ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് നടക്കാൻ തന്നെ കഴിയുന്നില്ല. ഒരു കാല് ഇഴഞ്ഞു നടക്കേണ്ടി വരും. ചെറുപ്പക്കാരൻ, എന്നേക്കാൾ പ്രായം കുറവാണെന്ന് ഞാൻ മനസ്സിലാക്കും. അങ്ങനെ എത്ര ആളുകൾ. എന്റെ ചെറുപ്പക്കാരെ, അള്ളാഹു ആരോഗ്യവും ഒഴിവും തരുന്ന സമയം സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നതിന് പകരം ചുരുങ്ങിയ കാലത്തുള്ള ജീവിതത്തിൽ അമിതമായ ചിന്തകളും അമിതമായ ആലോചനകളും ഭാവി ജീവിതത്തെ സംബന്ധിച്ചും നമ്മുടെ ഒരിക്കലും അവസാനിക്കാത്ത ഭാവി ജീവിതമായ പാരത്രിക ലോകത്തെക്കുറിച്ചും ചിന്തിക്കാതെ ഞാൻ എന്നും ഇവിടെ സുരക്ഷിതമായി നിലനിൽക്കും എന്ന ഒരു ചിന്തയിലല്ലേ നമ്മുടെ യുവാക്കൾ പലപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ അതുകൊണ്ടാ പറഞ്ഞത്, യസ്റുൽ ഫതാ തൂലുസ് സലാമതി വൽ ബഖാ ഫകൈഫ തറാ തൂലസ് സലാമതി യഫ്അലൂ. ചെറുപ്പക്കാരനെ സന്തോഷിപ്പിക്കുന്നു, അവൻ സുരക്ഷിതമായി നീണ്ട ജീവിതം നയിക്കുന്നു എന്നത് അവന് സന്തോഷമായി അവൻ കാണുന്നു. പക്ഷേ ഇവന്റെ ഈ സുരക്ഷിതമായ ദൈർഘ്യമായ ജീവിതത്തിന്റെ നീളം എത്രയാണ്? യറദ്ദുൽ ഫതാ ബഅദ ഇത്തിദാലി വസിഹതി യനൂ ഇദാ റാമൽ ഖിയാമ വയുഹ്മലൂ. ആരോഗ്യത്തോടെ ജീവിക്കുമ്പോൾ ഇതെനിക്കെന്നും നിലനിൽക്കുമെന്ന ചിന്തയിലാണ് മനുഷ്യൻ. പക്ഷേ ആരോഗ്യത്തോടെ ഓടി നടന്ന സമയം, ആരോഗ്യത്തോടെ ചാടുകയും ഓടുകയും എല്ലാ രംഗത്തും പ്രവർത്തിക്കുകയും ചെയ്ത സമയം അത് വളരെ പെട്ടെന്ന് കഴിഞ്ഞുപോയി. കുറച്ചു കാലം ആയുസ് ഉണ്ടെങ്കിൽ തന്നെ ആ ആയുസ് ജീവിക്കുന്ന സമയം ഒരൽപ്പ ദിവസം കഴിയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നിൽക്കാൻ സാധിക്കുന്നില്ല. ഊരവേദന വരുന്നു. നമ്മൾ കാണുന്നില്ലേ
പള്ളികളിൽ വന്ന് നിസ്കരിക്കാൻ വലിയ താല്പര്യമുള്ള ചിലർ പള്ളിയിലെത്തിയാൽ അവർക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവരൊരു കസേര വെച്ച് നിസ്കരിക്കുന്നു, മേശയിട്ട് സുജൂദ് ചെയ്യുന്നു. മറ്റു ചിലർക്ക് ഇരിക്കാൻ കഴിയുന്നില്ല, നിൽക്കാൻ സാധിക്കുന്നില്ല. അവരുടെ യുവത്വകാലത്ത് ഓടിയവരാണ്, ചാടിയവരാണ്, ശക്തി പ്രകടിപ്പിച്ചവരാണ്. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് മാറ്റം വന്നുപോയി. പിന്നെ നോക്കുമ്പോൾ വിചാരിച്ചതുപോലെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അനുഭവത്തിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ സഹോദരന്മാരെ. ഇതുകൊണ്ട് തന്നെ നാം ആദ്യം നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ ആശൽ ഫതാ 60 ആമാ ഫനിസ്ഫുൽ ഉംരി തഹ്മഖുൽ ലയാലി. ഒരു 60 വയസ്സൊരു മനുഷ്യന് നമ്മൾ കൂട്ടിയാൽ ആ 60 പാവപ്പെട്ട എനിക്കുണ്ടോ ഇല്ലേ എന്നെനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല. ഒരു 60 വയസ്സുണ്ടെന്ന് തന്നെ വെച്ചാൽ ഏകദേശം ഒരു പകുതി 30 കൊല്ലത്തോളം രാത്രിയിലായി അത് കഴിഞ്ഞുപോയി. ഉറക്കിലും രാത്രിയിലുമായി അത് കഴിഞ്ഞുപോയി. ഇനി ബാക്കിയുള്ളവർ 30 വയസ്സാണ് ജീവിക്കാനുള്ളത്. 30 വയസ്സോളം രാത്രിയിൽ കഴിഞ്ഞുപോയി. ഇനി ആ ഉള്ള 30-ൽ ഒരു 15 കൊല്ലത്തോളം നിന്റെ ഒന്നും തിരിയാത്ത എട്ടും പൊട്ടും തിരിയാത്ത കാലമെന്ന നിലയ്ക്ക് നിന്റെ ചെറുപ്പത്തിൽ അതും കഴിഞ്ഞുപോയി. ഇനി നിനക്കാകെ ജീവിതത്തിന് ബാക്കിയുള്ളത് എത്രയാണ്? 60 വയസ്സ് ജീവിക്കുന്ന നിനക്കുള്ളത് 15 വർഷമാണ് നിന്റെ ജീവിതം. ആ 15 വർഷം നീ ജീവിക്കുമ്പോൾ 60-ൽ ഒരു 15 എടുക്കാനുള്ളൂ. ബാക്കി മുഴുവനും അപ്പുറപ്പുറം തലയും പാലും മുറിച്ച് തീർന്നുപോയി. ഇനി ആ ഉള്ള 15-നെ കുറിച്ച് നീ ഒന്ന് ചിന്തിക്കൂ. ആ 15 വർഷം 60-ലുള്ളൊരു 15, ആ 15 നിന്റെ മനസ്സിൽ വീടുണ്ടാക്കണം, കല്യാണം കഴിക്കണം, സന്താനങ്ങൾ ഉണ്ടാകണം, എനിക്ക് വിസ കിട്ടണം, എനിക്ക് ജോലി കിട്ടണം, എനിക്ക് ബിസിനസ് നടത്തണം, അവിടെ കച്ചവടം തുടങ്ങണം, ഇവിടെ ബിൽഡിംഗ് ഉണ്ടാക്കണം, അവിടെ വീട് വലുതാക്കണം. നിന്റെ കുറെ ആഗ്രഹങ്ങളാണ്. അതിന്റെ ജോലിയുമായുള്ള ഇടപെടലാണ്. നീ ഓരോ ദിവസവും പ്രശ്നത്തിലാണ്. ഒരു ദിവസം നീ പാസ്പോർട്ട് കിട്ടാൻ വേണ്ടിയുള്ള പരിപാടിക്ക് വേണ്ടി ഇറങ്ങുകയാണ്, അതിന് ഓടി നടക്കുകയാണ്. പിന്നെ അതിന്റെ വെരിഫിക്കേഷന് വരുമ്പോ ആ വെരിഫിക്കേഷൻ ക്ലിയറായി കിട്ടാനുള്ള ചിന്തയിൽ അതിന് ശുപാർശക്ക് നടക്കുകയാണ്. പിന്നെ അത് കുറെ കഴിഞ്ഞിട്ട് പാസ്പോർട്ട് കിട്ടാൻ വേണ്ടി കാത്തിക്കുകയാണ്. പിന്നെ കുറെ ദിവസം കഴിഞ്ഞപ്പോ വിസക്ക് വേണ്ടി കൊടുക്കുകയാണ്. പിന്നെ അതിങ്ങനെ വരാൻ കാത്തിക്കുകയാണ്. പിന്നെ നീ പോകുമ്പോഴേക്ക് അതിന്റെ ബേജാറാണ്, അതിന്റെ മറ്റ് ചിന്തകളാണ്. പോയതിനു ശേഷമോ പിന്നെ പണി കിട്ടാനുള്ള ചിന്തയാണ്. പിന്നെ ആ പണിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. ദുനിയാവിൽ എവിടെ നീ ജീവിക്കുമ്പോഴും നീ ജോലികളിലും പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും അതിന്റെ ചിന്തകളിലുമായി നിന്റെ ഈ 15 കൊല്ലത്തിൽ വലിയൊരു സമയം അങ്ങനെയും പോയി. ഇനി പിന്നെ നിനക്ക് ബാക്കിയുള്ളത് എന്താണ്? പിന്നെയുള്ളത് ഊരവേദനയാണ്, മുട്ടുവേദനയാണ്, കഴുത്തിന് നീരിറക്കമാണ്, പിന്നെ കൈമന്ന് കടച്ചലാണ്, പിന്നെ വയറ്റിന് പിടിക്കായ്മയാണ്, പിന്നെ ഗ്യാസ് ട്രബിളാണ്, പിന്നെ കൊളസ്ട്രോളാണ്, പിന്നെ ആ പഞ്ചസാരന്റെ അസുഖമാണ്, പിന്നെയോ പിന്നെ പലതുമായി രോഗങ്ങളാണ്. പിന്നെയോ പിന്നെ നിനക്കുള്ളത് വാർദ്ധക്യം ചെന്ന് നിന്റെ കറുത്ത രോമൊക്കെ വെളുത്തുപോയി. സുബ്ഹാനല്ലാഹ്, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ചുളിഞ്ഞുപോയി. അങ്ങനെ നിന്റെ ഭംഗി പോയി, നിന്റെ എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ജീവിച്ച ലോകത്ത് നിന്ന് യാത്ര പോകാനുള്ള ചിന്തയിലാണ്. യാത്ര പോകുന്ന ദുഃഖമാണ്. യാത്ര പോകുമ്പോഴുള്ള പ്രയാസത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. നിന്റെ ജീവിതം നീ ഒന്ന് ആലോചിക്കൂ. ഫഹുബ്ബുൽ മർഇ തൂലൽ അംരി ജഹീലു വഖിസ്മതുഹു അലാ ഹാദൽ മിസാലി. ചിന്താ
ഇച്ഛാശക്തിയുള്ള മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, നീ അല്ലാഹുവിനെ പ്രിയം വെച്ച് അല്ലാഹുവിന് ഇബാദത്ത് എടുത്ത് ഒരു നീണ്ട ജീവിതത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കണമെന്ന ചിന്തയിൽ നീ അതുമായി ബന്ധപ്പെടുന്ന ചിന്ത നിന്റെ മനസ്സിലില്ലെങ്കിൽ, നീണ്ട ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തെക്കുറിച്ചുള്ള ചിന്ത നിന്റെ മനസ്സിലില്ലെങ്കിൽ, രാജാവായ റബ്ബിനെ പ്രിയം വെച്ച് അവനെ ഒരു നോക്ക് കാണണമെന്ന ചിന്ത നിനക്കുണ്ടാകുന്നില്ലെങ്കിൽ, ആ രാജാവ് ഏറ്റവും പ്രിയം വെച്ച ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊടിക്കീഴിൽ എനിക്കൊന്ന് എത്തിച്ചേരണമെന്ന ചിന്തയില്ലെങ്കിൽ, ആ മുഹമ്മദ് നബിയുടെ പുന്നാര മുഖമൊന്ന് കാണണമെന്ന ആഗ്രഹമില്ലെങ്കിൽ, ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സച്ചരിതരായ ശിഷ്യന്മാരെയും മുൻഗാമികളമായ മഹാന്മാരെയും ഒക്കെ എനിക്കും പോയി പരിചയപ്പെടുകയും കൈപിടിക്കുകയും സലാം പറയുകയും അവരുടെ കൂടെ എനിക്കും ഒന്ന് ജീവിക്കുകയും വേണമെന്ന ചിന്ത നിനക്കില്ലെങ്കിൽ, ഈ ലോകത്തുള്ള 10-60 വർഷത്തെ ജീവിതത്തിന് വേണ്ടിയാണ്, 10-75 കൊല്ലത്തെ ജീവിതത്തിന് വേണ്ടിയാണ് നിന്റെ സമയം നീ മുഴുവനും നശിപ്പിക്കുന്നതെങ്കിൽ, അതാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ, അതിനു വേണ്ടിയാണ് നിന്റെ ചിന്തകളൊക്കെ നീക്കുന്നതെങ്കിൽ, അതിനു വേണ്ടിയാണ് നിന്റെ പ്രവർത്തനങ്ങളും പഠനങ്ങളും ഉപകരണങ്ങളുമെല്ലാം നീ കൊണ്ടുപോകുന്നതെങ്കിൽ, നീ വാസ്തവത്തിൽ ചിന്തയില്ലാത്ത വിവരം കെട്ടവനല്ലയോ. വിവരമുള്ളവരും ബുദ്ധിയുള്ളവരുമാരാണ്. ഇന്നലില്ലാഹി ഇബാദൻ ഫൂതനാ طلقوا الدنيا وخافوا الفتنا نظروا فيها ولما علموا أنها ليست لحي وطنا. ഈ ഭൗതികമായ ലോകത്തുള്ള ജീവിതത്തിന് നിലനിൽപ്പില്ല, ഈ ഭൗതികമായ ജീവിതത്തിന് നിലനിൽപ്പില്ല, ഭൗതിക ചിന്തകൾക്കും നിലനിൽപ്പില്ല. നിലനിൽക്കുന്ന ഒരു ലോകമുണ്ട്, നിലനിൽക്കുന്ന ഒരു ജീവിതമുണ്ട്, ഒരിക്കലും നശിക്കാത്ത ഒരു രാജാവുണ്ട്, ഒരിക്കലും നശിക്കാത്ത രാജാവുണ്ട്. ആ രാജാവിന്റെ ഭൂമിയിൽ അവന്റെ വെള്ളം കുടിച്ചവന്റെ ഭക്ഷണം കഴിച്ചവന്റെ ഓക്സിജൻ ശ്വസിച്ച് അവൻ തന്ന ആരോഗ്യത്തോടെ, അവൻ തന്ന കണ്ണുകൊണ്ട് നോക്കി, അവൻ തന്ന കാതുകൊണ്ട് കേട്ട്, അവൻ തന്ന കൈകൊണ്ട് പിടിച്ച്, അവൻ തന്ന കാലുകൊണ്ട് നടന്ന്, അവൻ തന്ന ആരോഗ്യത്തോടെ ജീവിക്കുമ്പോൾ ആ രാജാവിന് നന്ദി ചെയ്തുകൊണ്ടുള്ള ജീവിതം, ആ രാജാവിനെ ഓർമ്മിച്ചുകൊണ്ടുള്ള ജീവിതം, ആ രാജാവിന്റെ ഖിദ്മത്ത് ചെയ്തുകൊണ്ടുള്ള ജീവിതം, അഥവാ ആ രാജാവിന്റെ മുമ്പിൽ ശരീരവും സമ്പത്തും ആത്മാവും മനസ്സും സമർപ്പിക്കുന്ന ജീവിതം, ആ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്നവർ, ആ ജീവിതത്തിന്റെ പ്രശ്നത്തിൽ ചിന്തകൾ മുഴുക്കുന്നവർ, ആ ജീവിതത്തിന് വേണ്ടി ജീവിക്കുന്നവർ, ആ ജീവിതത്തിന് വേണ്ടി മരിക്കുന്നവർ, അവരല്ലേ സഹോദരന്മാരെ ബുദ്ധിയുള്ളവർ. അതിനേറ്റം പറ്റിയ സന്ദർഭമാണ് മനുഷ്യന്റെ യുവത്വകാലം. അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ, അല്ലാഹുവിന് കുനിയാൻ, അല്ലാഹുവിന് നിസ്കാരം നിർവഹിക്കാൻ, അല്ലാഹുവിന് നോമ്പെടുക്കാൻ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ, അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ പറ്റിയ സന്ദർഭം, ആരോഗ്യമുള്ള സമയം തന്നെ. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും ഈ വിഷയത്തിൽ പരാജയപ്പെട്ടുപോയി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ പറയുന്നത്, നിഅമതാനി മഖ്ബൂനും ഫീഹിമാ കസീറും മിനൻ നാസ് അസ്സഹ്ഹത്തു വൽ ഫറാഗ്. രണ്ട് മഹത്തായ അനുഗ്രഹങ്ങൾ, ആ രണ്ട് അനുഗ്രഹത്തിലും അധികം ആളുകളും പരാജയപ്പെട്ടുപോയി, വഞ്ചിക്കപ്പെട്ടുപോയി. അവർ അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയില്ല. ഏതാണ് രണ്ട് അനുഗ്രഹങ്ങൾ? അസ്സഹ്ഹത്തു വൽ ഫറാഗ്. ഒന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവ് സമയമാണ്. ആരോഗ്യവും ഒഴിവും, അത് രണ്ടും
വലിയ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി വലിയ വിജയം നേടാൻ സാധിക്കുന്ന വിഷയങ്ങളാണ്. പക്ഷെ അധിക പേരും ആരോഗ്യവും ഒഴിവുമുള്ള സമയത്ത് സൽക്കർമ്മങ്ങളിൽ സെക്കൻഡിലും ചുരുങ്ങി 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 പോവുകയാണ്. അതാണ് നിന്റെ സമയം. ആ സമയത്താണ് നിനക്ക് നീണ്ട ജീവിതത്തിലേക്ക് സമ്പാദിക്കേണ്ടത്. ആ സമ്പാദിക്കേണ്ട സമയമാണ് നീ അനാവശ്യത്തിന് വേണ്ടി ചെലവഴിച്ചത്. നീ ഒന്ന് അല്പം ആലോചിച്ചു നോക്കൂ. രാത്രി സമയത്ത് ഇരുന്ന് സൊറ പറഞ്ഞ് നേരം പോക്കുന്നവരുണ്ട്. രാത്രി സമയത്ത് ഇരുന്ന് സിനിമ കാണുന്നവരുണ്ട്. രാത്രി സമയത്ത് ഇരുന്ന് അതാ പിക്ചർ കാണുന്നവരുണ്ട്. അതുപോലെ മറ്റു പലതും കാണുന്നവരുണ്ട്. ഇവിടെ ആരോ ഒരാൾ ഒരു സംശയം ചോദിച്ചു, മുഴു സമയവും പാട്ട് കേൾക്കുന്ന ചാനലിൽ പരിപാടിയുടെ പരസ്യം കൊടുത്തത് വിശദീകരിക്കാമോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഇത് ചോദ്യോത്തര വേദി അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, അത്തരം ആളുകൾ പരിപാടിക്ക് വരണമെങ്കിൽ അവിടെ കൊടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പോ മുഴു സമയവും പാട്ടിന് പകരം ഒരു മിനിറ്റെങ്കിലും ഒരു നല്ല കാര്യത്തിന്റെ പരസ്യം ആയി കിട്ടിയാൽ അത്രയും ഹൈറായി. ഒരു മിനിറ്റെങ്കിലും രക്ഷപ്പെട്ടു. നേരെ മറിച്ച് അതും കൊടുത്തില്ല, ആ സമയം കൂടി പാട്ട് കേൾക്കുമായിരുന്നു. അതുകൊണ്ട് എന്തായി, ആ പാട്ട് കേൾക്കുന്നവർക്കും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് അറിയാൻ സാധിക്കുകയില്ലേ? ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സമയം അത് നഷ്ടപ്പെടുത്താനുള്ളതല്ല, സമ്പാദിക്കാനുള്ളതാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, മോനെ, സുബ്ഹി നിസ്കരിക്കുന്ന സമയത്ത് നിന്റെ മനസ്സിൽ നീ കരുതണം, ഞാനൊരു പക്ഷേ ളുഹറിന്റെ സമയത്തുണ്ടാവുകയില്ല, ഇതെന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കുമെന്ന് കരുതണം. വെറുതെയാണോ സഹോദരന്മാരെ? ഞാൻ ഓർക്കുന്നു, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ സുബ്ഹിയോടടുത്ത സമയത്ത് എയർപോർട്ടിലേക്ക് പോയ നമ്മുടെ സജീവ രണ്ട് പ്രവർത്തകന്മാർ അബ്ദുറഹ്മാൻ ഹാജിയും അഹമ്മദ് ഹാജിയും സുബ്ഹി നിസ്കരിച്ചവർ യാത്ര തുടർന്നു. അതേ കോഴിക്കോടെത്തുന്നതിന് മുമ്പ് കൊയിലാണ്ടിയിൽ ആക്സിഡന്റായി മരണപ്പെട്ടു പോയി. അള്ളാഹു അവരുടെ ഖബറ് സന്തോഷത്തിലാക്കട്ടെ. അതുപോലെ മരിച്ചുപോയ മുഴുവനാളെ ഖബറുമുള്ള സന്തോഷത്തിലാക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നത്, സുബ്ഹി നിസ്കരിച്ചവൻ ളുഹർ വരെ ജീവിക്കുമെന്നതിന് ഗ്യാരണ്ടിയില്ലല്ലോ. ഇമാം ഗസാലി റഹിമഹുള്ള എന്നെ ഉപദേശിക്കുന്നു, നിങ്ങളെയും ഉപദേശിക്കുന്നു. ഓ മനുഷ്യ, നീ സുബ്ഹി നിസ്കരിക്കുന്ന സമയത്ത് ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതി നിസ്കരിക്കണം കേട്ടോ. ളുഹറിന്റെ സമയത്ത് നീ ഉണ്ടാകുമെന്നതിന് ഉറപ്പില്ല. ളുഹർ നിസ്കരിക്കുമ്പോൾ ഇതെന്റെ അവസാനത്തെ സംഭാഷണമാണ്, എന്നെ പടച്ച റബ്ബുമായി എന്റെ അവസാനത്തെ സംഭാഷണമാകാം ഇത്. അസറിന്റെ സമയത്ത് നിസ്കരിക്കാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ കരുത്തോടെ നീ ളുഹർ നിസ്കരിക്കണം. അസറിന്റെ സമയമാകുമ്പോ എന്റെ അവസാനത്തെ വിളിയാണ് ഞാൻ കേട്ടത്, ഇനി മഗ്‌രിബിന്റെ സമയത്ത് ഞാൻ ഉണ്ടാകണമെന്നില്ല. മഗ്‌രിബ് നിസ്കരിക്കുമ്പോ ഇശാഇന്റെ സമയത്ത് ഞാൻ ഉണ്ടാകണമെന്നില്ല. ഇശാ നിസ്കരിക്കുമ്പോ സുബ്ഹി നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാകണമെന്നില്ല. ഇതെന്റെ അവസാനത്തെ സംഭാഷണമാകാം. ഈ കേൾക്കുന്നത് അവസാനത്തെ ബാങ്കാകാം. ഈ കേൾക്കുന്ന ഇഖാമത്തിന്റെ അവസാനത്തെ ഇഖാമത്താകാം. ഇനി ഒരു പക്ഷേ എനിക്ക് വേണ്ടി ജനങ്ങൾ നിസ്കരിക്കലാകാം. എന്റെ നിസ്കാരം ഇതോടെ അവസാനിച്ചിരിക്കാം. ഈ ചിന്തയോടെ 5 നേരത്തെ നിസ്കാരം നിർവഹിക്കണം നീ. ഒരിക്കലും തന്നെ നിനക്ക് ഗ്യാരണ്ടിയില്ലല്ലോ. ഇശാ നിസ്കരിച്ച എന്റെ മാന്യ സ്നേഹിതൻ കടവത്തൂരിലെ മഹ്മൂദ് ഇശാ നിസ്കരിച്ച് ദുബായിൽ റൂമിൽ കിടന്നുറങ്ങിയതാണ്. പക്ഷേ സുബ്ഹിക്ക് പോയി നോക്കുമ്പോൾ അദ്ദേഹം മയ്യിത്തായി കിടക്കുകയാണ്. റബ്ബേ, അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനേ. ഓ സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, വയസ്സ് 28 മാത്രമേ ഉള്ളൂ, 30-ൽ കുറവേ ഉള്ളൂ. പ്രായത്തിന്റെ കണക്കുണ്ടോ? കിടന്നുറങ്ങി നേരം വെളുക്കുമ്പോഴേക്ക് മരണപ്പെട്ടുപോയി. ഒരു ചെറുപ്പക്കാരനും ധരിക്കേണ്ടതില്ല, ഇനിയും കുറെ നിസ്കാരമുണ്ടെന്ന് ധരിക്കേണ്ടതില്ല. പ്രസംഗിക്കുന്ന മുസ്ലിയാര് കണക്കിലെടുക്കേണ്ടതില്ല. എനിക്കിനിയും കുറെ ദിവസം അത് പറയാനുണ്ടെന്ന് ചിന്തിക്കേണ്ടതില്ല. പ്രസംഗിക്കുന്ന മുസ്ലിയാരുടെ വയത് അവസാനത്തതായി കൂടുന്നില്ല. സദസ്സിൽ വരുന്നവർക്ക് അവസാന സദസ്സായി കൂടുന്നില്ല. ആർക്കുണ്ടിവിടെ മനുഷ്യന്റെ ശരീരത്തിന് ഗ്യാരണ്ടി? അതുകൊണ്ട് തന്നെ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നു, നീ
പടച്ച റബ്ബിന്റെ മുമ്പിൽ പോയി അല്ലാഹു അക്ബർ, അല്ല വലിയവനാണെന്ന് പറയുമ്പോ നീ അത് പറയാൻ മടിക്കേണ്ടതില്ല. നീ നിസ്കാരം അളാക്കേണ്ടതില്ല, നീ നിസ്കാരം കൈയൊഴിക്കേണ്ടതില്ല. നിന്നെ പടച്ച റബ്ബിന്റെ മുമ്പിലാ പോയി നിൽക്കാൻ പറയുന്നത്. നിനക്ക് വെള്ളം തന്നവന്റെ മുമ്പിലാണ്, ഭക്ഷണം തന്നവന്റെ മുമ്പിലാണ്, ആരോഗ്യം തന്നവന്റെ മുമ്പിലാണ്. നീ പോയി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുമ്പോ ഇതെന്റെ അവസാനത്തെ തക്ബീറായി കൂടുന്നില്ല. ഈ റബ്ബുമായുള്ള സംഭാഷണം എന്റെ അവസാനത്തേതായി കൂടുന്നില്ല. ഇനി ഒരു പക്ഷേ അടുത്ത നിസ്കാരത്തിന് മുമ്പ് ഞാനങ്ങ് വിട പറഞ്ഞു പോയാൽ നേരെ റബ്ബിന്റെ കോടതിയിലേക്കുള്ള യാത്രയായി കൂടുന്നില്ല. ഈ ചിന്തയിൽ നിസ്കാരം നിർവഹിക്കണം ചെറുപ്പക്കാരാ. ഈ ചിന്തയിൽ ഓരോ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടണം ചെറുപ്പക്കാരാ. അപ്പോഴല്ലേ നിനക്ക് ഇഖ്ലാസ് ഉണ്ടാകുന്നത്, റബ്ബിന്റെ പൊരുത്തത്തിനു വേണ്ടിയാകുന്നത്. അപ്പോഴല്ലേ ഖുശൂ ഉണ്ടാകുന്നത്, അപ്പോഴല്ലേ ഭക്തി ഉണ്ടാകുന്നത്. എല്ലാ പ്രവർത്തനങ്ങളും ഭൗതികവൽക്കരിച്ചു പോയി. രാഷ്ട്രീയം പോലെ, ബിസിനസ് പോലെ, മറ്റ് ഭൗതിക വിഷയങ്ങളെ പോലെ മനുഷ്യന്റെ സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും നമുക്ക് തരംതായിക്കൂടാ. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് വിശദീകരണം നൽകുന്നു. ആഴത്തിൽ ചിന്തിക്കണം. കാരണം നീണ്ട ജീവിതമുണ്ട് മുന്നിൽ, അവസാനിക്കാത്ത ജീവിതം. ആ ജീവിതത്തിൽ വിശ്വസിച്ചവനേ മുസ്ലിമാവൂ. അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിർ. അല്ലേ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസം വേണം, അല്ലാഹുവിന്റെ മലക്കുകളിൽ അചഞ്ചലമായ വിശ്വാസം വേണം, അല്ലാഹുവിന്റെ കിതാബുകളിൽ വിശ്വാസം വേണം, അല്ലാഹു പറഞ്ഞേച്ച മുർസലീങ്ങളിൽ വിശ്വാസം വേണം. വൽ യൗമിൽ ആഖിർ, ഈ ദിവസത്തെക്കുറിച്ചും ഈ രാജ്യത്തെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചും ചിന്തിച്ചാൽ പോരാ. വൽ യൗമിൽ ആഖിർ, അവസാന നാളിനെ കുറിച്ച് വിശ്വസിക്കണം. പലർക്കും അത് ഇല്ലാതെ പോകുന്നു, അല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഞാൻ ഓർമ്മിക്കുകയാണ്. ഒരാള്, ഞാൻ കുറ്റ്യാടിയിൽ സിറാജുൽ ആരംഭിച്ച സമയകാലത്ത് മർഹൂം അണ്ടോണ ഉസ്താദിന് അവിടെ ഒരു ക്ലാസ്സിന് വേണ്ടി കൊണ്ടുവന്നു. അപ്പൊ കുറച്ച് പ്രായമുള്ള ഒരാള് അവിടെ വന്നു. അപ്പൊ ഉസ്താദ് വെറുതെ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ, സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം. അല്ലാഹുവും റസൂലും അവിടുത്തെ സഹാബത്തും കഴിഞ്ഞുപോയ സർവ്വ ഇമാമിങ്ങളും ഔലിയാക്കളും ആരിഫീങ്ങളും മുഴുവനും നടന്നു വന്ന വഴിയാണ് സുന്നത്ത് ജമാഅത്ത്. ഈ നാദാവൃത്തി ഇസ്ലാം ദീൻ കൊണ്ടുവന്നവർ, ഈ നാദാവൃത്തി ജീവിച്ച് മരണപ്പെട്ടു പോയ വലിയ വലിയ ഔലിയാക്കൾ, ആലിമീങ്ങൾ, ആരിഫീങ്ങൾ, അവരൊക്കെ ജീവിച്ച വഴി സുന്നത്ത് ജമാഅത്താണ്. നമ്മളൊക്കെ ആദരിച്ചിരുന്ന മഹാന്മാർ, അവരൊക്കെ വിശ്വസിച്ചത് സുന്നത്ത് ജമാഅത്താണ്. നാദാവൃത്തി അടുത്ത് നമ്മ വിട്ടുപിരിഞ്ഞു പോയ മർഹൂം ഖീന ഉസ്താദ് അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ വക്താവാണ്. ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്നവരാണ്. പാറക്കടവിൽ മതനേതൃത്വം നൽകിയ ആത്മീയ നേതാവ് കണാരണ്ടി ഉസ്താദും തൈക്കട്ടി ഉസ്താദും അതിനു മുമ്പ് അവിടുത്തെ വലിയ ഖാദിയാരും ഒക്കെ സുന്നത്ത് ജമാഅത്ത് ഉറച്ചു നിന്നവരാണ്. കാങ്ങാട്ട് ഉസ്താദ് സുന്നത്ത് ജമാഅത്തിന്റെ വക്താവാണ്. ബഹുമാനപ്പെട്ട മർഹൂം കന്യത്ത് ഉസ്താദും മീക്ക ഉസ്താദും അതുപോലെ അണ്ടോണ ഉസ്താദും അതുപോലെ കഴിഞ്ഞുപോയ ധാരാളം ഉസ്താദുമാരെ ആലിമീങ്ങൾ, ഓക്കെ ഉസ്താദ്, അതുപോലെ പുല്ലൂക്കർ ഉസ്താദ്, സി ഉസ്താദ്, ഞാനിങ്ങനെ ഓർക്കുന്നു, ചെറുശോല ഉസ്താദ്, ഇമ്മിച്ചേലി ഉസ്താദ് തുടങ്ങി ഈ അടുത്ത കാലത്ത് കഴിഞ്ഞുപോയ വലിയ വലിയ ആലിമീങ്ങൾ. അതിനു മുമ്പ് കഴിഞ്ഞുപോയവർ മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫത്ത് തങ്ങൾ, പാണക്കാട് പൂക്കോയ തങ്ങൾ, അങ്ങനെ തുടങ്ങിയുള്ള മഹാന്മാരായ സയ്യിദന്മാർ, കഴിഞ്ഞുപോയ മഹാന്മാർ, ഈ നാദാവൃത്ത് കഴിഞ്ഞുപോയ വലിയ വലിയ സയ്യിദന്മാർ എല്ലാവരും സുന്നത്ത് ജമാഅത്തുകാരായിരുന്നു. അതിനപ്പുറം അവർക്കൊന്നും ചിന്തയില്ലായിരുന്നു. അവരാരും അവരുടെ ഭാര്യ അങ്ങനെ പള്ളിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയില്ല. അവരാരും മൗലിദിനെ എതിർത്തില്ല, അവരാരും നബിദിനത്തിനെ എതിർത്തില്ല, അവരാരും ദിക്റ് ചൊല്ലുന്നതിനെ എതിർത്തില്ല. അവരാരും തന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഏതെങ്കിലും
പശുക്കളോ ആടുകളോ മൂത്രമൊഴിക്കുന്ന സ്ഥലത്ത് പോയി പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്തില്ല. അവർ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അവരെല്ലാവരും ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, അവരൊക്കെ മരിച്ച വീട്ടിൽ ഭക്ഷണം കൊടുത്തു, മരിച്ച മയ്യത്തോട് ദിക്ർ ചൊല്ലി, അവരൊക്കെ ജുമാഅക്ക് 2 ബാങ്ക് മക്കയിലും മദീനയിലും നടക്കുന്നത് പോലെ കൊടുത്തു, അവരൊക്കെ തറാവീഹ് മക്കയിലും മദീനയിലും നടത്തുന്ന പോലെ 20 നിസ്കരിച്ചു. അവരെല്ലാം സുന്നത്ത് ജമാഅത്തുകാരായിരുന്നു. ആ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനുവേണ്ടി പടപൊരുതിയവരാണ് ബദരീങ്ങൾ, അതിനുവേണ്ടി പടപൊരുതിയവരാണ് ഉഹുദീങ്ങൾ. അത് ആ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരാണ് സഹാബത്തും താബീങ്ങളും ഇമാമിങ്ങളും. അതുകൊണ്ട് തന്നെ അണ്ടോട് ഉസ്താദ് ഈ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം. അപ്പൊ ഇയാളെ മറുപടി, അങ്ങനെ സുന്നി തന്നെ ആയാല് ജീവിക്കണ്ടേ മുസ്ലിയാരെ? സുന്നി തന്നെ ആയാല് ജീവിക്കണ്ടേ മുസ്ലിയാരെ? ഇത് കുറ്റ്യാടിയല്ലേ? ഉടനെ ഉസ്താദിന്റെ മറുപടി, മരിക്കണ്ടേ കാക്ക. ഉസ്താദിന്റെ മറുപടിയാണ്, മരിക്കണ്ടേ കാക്ക. ഞാൻ ആ ധൈര്യപൂർവ്വമുള്ള മറുപടി കേട്ടപ്പോ എനിക്ക് നല്ല ഉത്സാഹം തോന്നി. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ ജനങ്ങളുടെ ചിന്ത ജീവിക്കണം എന്നതാണ്, മരിക്കണം എന്നതല്ല. എന്റെ ചെറുപ്പക്കാരെ, സുന്നിയായാലും തർക്കേടില്ല, ജമാഅത്തായാലും തർക്കേടില്ല, മുജാഹിദായാലും തർക്കേടില്ല, തബ്ലീഗായാലും തർക്കേടില്ല, ഖാദിയാനിയായാലും തർക്കേടില്ല. നമ്മക്കിവിടെ ജീവിക്കണം. ജീവിക്കാൻ വേണ്ടി നമ്മളൊക്കെ ഒരുമിച്ച് കൂടണം, ജീവിക്കാൻ വേണ്ടി നമ്മളൊക്കെ ഒരുങ്ങണം എന്ന് പറയുന്ന സിദ്ധാന്തം ഇസ്ലാമികമല്ല. മറിച്ച് ഈമാനിന് വേണ്ടി ജീവിക്കണം. ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നിസ്കാരത്തിൽ വെറുതെ പച്ചക്കള്ളം പറയുകയാണോ അല്ലാഹുവിനോട്? നിസ്കാരത്തിൽ കയ്യും കെട്ടിയിട്ട് ഖിബലക്ക് തിരിഞ്ഞ് പച്ചക്കള്ളം പറയുകയാണോ? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന അല്ലാഹുവിലേക്ക് ഞാൻ എന്റെ മനസ്സും ശരീരവും ആത്മാവും തിരിച്ചിരിക്കുന്നു. ഹനീഫൻ മുസ്ലിമ, ഇസ്ലാമിനെതിരായ സർവ്വ ആശയങ്ങളിൽ നിന്നും ഞാൻ മാറി നിൽക്കുന്നു. ഞാൻ ഉറച്ച മുസ്ലിമാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ഞാൻ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നു, അല്ലാഹുവിനെ മാത്രം അവലംബിക്കുന്നു. അല്ലാഹയല്ലാതെ കൊടുക്കുന്നവനില്ല, അല്ലാഹയല്ലാതെ തടയുന്നവനില്ല, അല്ലാഹയല്ലാതെ ഉപകാരോപദ്രവത്തിന്റെ ഉടമസ്ഥനില്ല. ഇനി എവിടുന്ന് ആര് മുഖേന എന്ത് കിട്ടിയാലും അല്ലാഹ് ഖദറാക്കിയതല്ലാതെ കിട്ടുകയില്ല. ഒരാരോഗ്യമുള്ളവരിൽ നിന്നോ പണമുള്ളവരിൽ നിന്നോ അല്ലെങ്കിൽ നേതാവിൽ നിന്നോ അനുയായിയിൽ നിന്നോ ഭരണാധികാരിയിൽ നിന്നോ അല്ലാത്തവരിൽ നിന്നോ പണക്കാരനിൽ നിന്നോ പാവപ്പെട്ടവരിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉദ്യോഗസ്ഥരിൽ നിന്നോ അല്ലാത്തവരിൽ നിന്നോ ആരിൽ നിന്നും അല്ലാഹ് കണക്കാക്കിയതല്ലാതെ കിട്ടുകയില്ല. അല്ലാഹ് മാത്രമേ കൊടുക്കുന്നവനുള്ളൂ, അല്ലാഹ് മാത്രമേ തടയുന്നവനുള്ളൂ, അല്ലാഹ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. ഇതൊന്ന് ഉറച്ചങ്ങ് വിശ്വസിച്ചാൽ അവനാണ് യഥാർത്ഥത്തിൽ മുവഹ്ഹിദ്. അവനാണ് മുവഹ്ഹിദ്, ഏകത്വം അംഗീകരിച്ചവൻ, സർവ്വ വിഷയത്തിലും പടച്ച റബ്ബിന്റെ ഏകത്വം അംഗീകരിച്ചവൻ. ആ ഏകത്വം അംഗീകരിച്ചവന് ഇവിടെ ജീവിക്കണമെന്ന ചിന്തയല്ല, മറിച്ച് ഇന്ന സ്വലാത്തി വനുസുകി, നിശ്ചയമായും എന്റെ നിസ്കാരം, വനുസുകി എന്റെ ഇബാദത്തും എന്റെ ഹജ്ജും എന്റെ ഉംറയും എന്റെ ഇബാദത്തും എന്റെ അറവും എന്റെ എല്ലാ വിഷയങ്ങളും, വമഹ്യായ വമമാതി എന്റെ ജീവിതവും, വമമാതി എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് സമർപ്പിക്കുന്നു. എനിക്കിവിടെ കുറെ കാലം ജീവിക്കണമെന്നില്ല, ഇവിടെ ജീവിച്ചുകൊണ്ട് ഒരു കാര്യവും കിട്ടാനുമില്ല. മറിച്ച് എന്റെ ജീവിതം എന്തിനു വേണ്ടിയാണ്? ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിന് വേണ്ടി. എന്റെ മരണം എന്തിനു വേണ്ടിയാണ്? അല്ലാഹുവിന് വേണ്ടി. ആ അല്ലാഹുവിനുള്ള വിശ്വാസത്തിൽ അബദ്ധം ഉള്ള കക്ഷികളുടെ കൂടെ ചേർന്നുകൊണ്ട്
അള്ളാഹുവിലുള്ള വിശ്വാസം തകർക്കുന്നവരുടെ കൂടെ ചേർന്നുകൊണ്ട്, അള്ളാഹുവിന്റെ റസൂലിലുള്ള വിശ്വാസം തകർന്നവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ദീന് തകർക്കുന്നവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാൻ വേണ്ടി പടപൊരുതണമെന്ന് പറഞ്ഞാൽ എന്തിനിവിടെ ജീവിക്കണം? ഇവിടെ ജീവിക്കുന്നത് മരിക്കാനാണെന്ന ബോധം വേണം. മരിക്കുന്നത് ജീവിക്കാനാണ്. പക്ഷെ ഈ ജീവിതമല്ല. ഫലനുഹയ്യന്നഹും ഹയാത്തൻ ത്വയ്യിബ, ഒരു പ്രശ്നവുമില്ലാത്ത ഒരു ജീവിതം. തലവേദനയുടെ പ്രശ്നമില്ല, ഡോക്ടറെ കാണേണ്ടതില്ല, വക്കീലിനെ ചെന്ന് നോക്കേണ്ടതില്ല, കോടതിയിൽ നിന്ന് നോട്ടീസില്ല, പോലീസ് സ്റ്റേഷൻ ഭയപ്പെടേണ്ടതില്ല, ഒരക്രമിയെയും ഭയപ്പെടേണ്ടതില്ല, ആരെയും പേടിക്കേണ്ടതില്ലാത്തൊരു ജീവിതം, ആരും ശല്യം ചെയ്യാത്തൊരു ജീവിതം, ആരും കുറ്റം പറയാത്തൊരു ജീവിതം, ആരും എതിർക്കാനില്ലാത്തൊരു ജീവിതം, എല്ലാവർക്കും സന്തോഷം ലഭിക്കുന്ന ജീവിതം. അവിടെ യുവത്വം നശിച്ച് പ്രായം കൂടുന്നില്ല, ആരോഗ്യം തകരുന്നില്ല. ഇരിക്കുന്ന വീട്ടിൽ നിന്നിറങ്ങി മയ്യത്ത് കട്ടിലിൽ കയറി ഒരു ദിവസം പോകേണ്ടതില്ല. എവിടെ ചെന്നാലും ആരായിരുന്നാലും അതേ, ആർക്കുമില്ലേ ഒരു ദിവസം ഒരു യാത്ര. പക്ഷേ ആ ജീവിതത്തിൽ യാത്ര പോകേണ്ടതില്ല. സ്വർഗത്തിലുള്ള ജീവിതമാണ്. ഫലനുഹയ്യന്നഹും ഹയാത്തൻ ത്വയ്യിബ, നല്ല ഒരു ജീവിതം നമ്മളവരെ ജീവിപ്പിക്കും നബിയേ. അത് സ്വർഗത്തിലുള്ള ജീവിതമാണ്. ആ ജീവിതത്തിന് വേണ്ടിയാകണം ഇവിടെയുള്ള ജീവിതം, ആ ജീവിതത്തിന് വേണ്ടിയാകണം ഇവിടെയുള്ള മരണം. അത് അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടാകണം. അതാണ് സഹോദരന്മാരെ, ആരും തന്നെയില്ല, ആരും തന്നെയില്ല. ഏതൊരു മനുഷ്യനായിരുന്നാലും ഏതു മനുഷ്യനും ഒരു ദിവസം മയ്യിത്ത് കട്ടിലിൽ കയറി യാത്ര പോകേണ്ടി വരും, സ്ട്രെച്ചറിൽ കയറേണ്ടി വരും, ആംബുലൻസിൽ കയറേണ്ടി വരും. അതിനു മുമ്പ് നീണ്ട ജീവിതത്തിനു വേണ്ടി മനുഷ്യൻ ചിന്തിച്ചാൽ അവനല്ലേ ബുദ്ധിയുള്ളവൻ. ഇവിടെ ജീവിക്കണമെന്ന് ചിന്തിക്കുന്നതിന് പകരം ഇവിടെ ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും ജീവിക്കേണ്ട സ്ഥലത്ത് ജീവിക്കണം. അപ്പോഴാണ് ഈമാനിന് വില കൽപ്പിക്കുന്നത്, അപ്പോഴാ സുന്നത്ത് ജമാഅത്തിന് വില കൽപ്പിക്കുന്നത്, അപ്പോഴാ ദീനിന് വില കൽപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ ജീവിച്ച് മരിക്കണം, ജീവിക്കണം എന്ന ചിന്തയ്ക്ക് ജീവിക്കാൻ സംഘടിക്കണം, ജീവിക്കാൻ ഒരുങ്ങണം, ജീവിക്കാൻ ആയുധമുണ്ടാക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം മരിക്കാൻ ഒരുങ്ങണം. മരണത്തിന്റെ ശേഷമുള്ള ജീവിതം വിജയിക്കണം. ഇത് ചിന്തിക്കാത്തത് കൊണ്ടാ ഉസ്താദ് ചോദിച്ചത്, മരിക്കണ്ട കാക്ക, ജീവിച്ചാൽ മതിയോ? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതവും മരണവും അല്ലാഹുവിന് സമർപ്പിക്കുന്നു. ജീവിക്കുന്നത് അല്ലാഹുവിന് വേണ്ടി, പ്രവർത്തിക്കുന്നത് അല്ലാഹുവിന് വേണ്ടി. അപ്പൊ അല്ലാഹു പൊരുത്തപ്പെട്ടതേ വിശ്വസിക്കാവൂ, അല്ലാഹു പൊരുത്തപ്പെട്ടതേ അംഗീകരിക്കാവൂ, അല്ലാഹു പൊരുത്തപ്പെട്ടതേ പ്രവർത്തിക്കാവൂ. അല്ലാഹു പൊരുത്തപ്പെടാത്തത് കൈയൊഴിക്കണം, വിശ്വാസരംഗത്ത് കൈയൊഴിക്കണം, അല്ലാത്ത സ്ഥലത്ത് കൈയൊഴിക്കണം. അപ്പൊ നമുക്ക് ആരാണ് മാതൃക? ആരുടെ നിർദ്ദേശമാണ് സ്വീകരിക്കേണ്ടത്? സ്വീകരിക്കേണ്ടത് പ്രസിഡന്റിന്റെ നിർദ്ദേശമല്ല, ചെയർമാന്റെ നിർദ്ദേശമല്ല, സെക്രട്ടറിയുടെ നിർദ്ദേശമല്ല, ഈ പാവപ്പെട്ട എന്റെ നിർദ്ദേശമല്ല. നിർദ്ദേശം സ്വീകരിക്കേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം സ്വീകരിക്കണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്ത് പറഞ്ഞു? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ഈ ഇസ്ലാം കാര്യത്തിൽ പെടാത്ത ഒരു പുതിയ ആശയം ആര് കൊണ്ടുവന്നോ ഫഹുവ റദ്ദ്, അവനെ തള്ളപ്പെടണം. അവനെ കൊള്ളണം എന്നല്ല, അവനെ അംഗീകരിക്കണം എന്നല്ല, അവനുമായി കൂട്ടുചേർന്നുകൊണ്ട് പ്രവർത്തിക്കണം എന്നല്ല. ഫഹുവ റദ്ദ്, അവൻ തള്ളപ്പെടേണ്ടവനാ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അവൻ കൊണ്ടുവന്ന ആശയം തള്ളണം, അവനെയും തള്ളണം. ഇത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ മഹാന്മാരെ സവിശേഷത അടക്കം പഠിപ്പിക്കുന്നു. മൻ അഹദസ ഔ ആവാ മുഹ്ദിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. വല്ലവനും ഒരു പുത്തനാശയക്കാരനായാൽ, അല്ലെങ്കിൽ ഒരു പുത്തനാശയക്കാരന് ഒത്താശ ചെയ്യുന്നവനായാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പുത്തനാശയക്കാരന് അഭയം നൽകിയാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ബുഖാരിയിൽ ഒരു സ്ഥലത്തല്ല, രണ്ട് സ്ഥലത്തല്ല, മൂന്ന് സ്ഥലത്തല്ല ഈ ഹദീസ് എത്രയോ സ്ഥലത്ത് ആവർത്തിച്ച് പറയാണ്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യാണ്, അത്തരക്കാർക്ക് അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ അവരെ ദൂരീകരിച്ചു പോയി. അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടാതെ ബോംബുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാകാതെ വടിയെടുത്തിട്ട് കാര്യമുണ്ടോ?
അള്ളാഹുവിന്റെ റഹ്മത്തല്ലേ ആദ്യം കിട്ടേണ്ടത്? അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവരെ ദൂരീകരിക്കപ്പെട്ടു പോയി. ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായിക, മലക്കുകളെ ലാനത്തും അവർക്കുണ്ട്. വന്നാസി അജ്മഈൻ, സജ്ജനങ്ങളായ മുഴുവൻ ആളുകളുടെയും ലാനത്ത് അവർക്കുണ്ട്. മുഴുവൻ ആളും ശപിക്കുന്ന നിലയ്ക്ക് പിന്നെ നമുക്ക് ദുനിയാവിൽ രക്ഷയുണ്ടോ ആഖിറത്തിൽ രക്ഷയുണ്ടോ? ഇത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദിലാ, ഫർളോ സുന്നത്തോ ആയ ഒരൊറ്റ അമലും പുത്തൻവാദികളിൽ നിന്നും പുത്തനാശയക്കാർക്ക് ഒത്താശ ചെയ്യുന്നവരിൽ നിന്നും കൂട്ടുപിടിക്കുന്നവരിൽ നിന്നും അള്ളാഹ് സ്വീകരിക്കുന്നതല്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ചെറുപ്പക്കാരെ ആദ്യം വിശ്വാസം ക്ലിയറാകണം. ശരിയായ വിശ്വാസമുള്ളവരുടെ കൂടെ കൂട്ടു ജീവിതം നയിക്കണം. വിശ്വാസം പിഴച്ചവരുടെ കൂടെ അങ്ങ് പോയാൽ നമ്മുടെ ഈമാൻ തകർന്നു പോകും. ഈമാൻ തകർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ട് തന്നെ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് നാളെ മഹ്ശറയിൽ വരുമ്പോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സപ്തദിന പ്രഭാഷണം എന്ന് പറഞ്ഞിട്ട് അതാ പല പ്രചരണവും നടത്തി. 7 ദിവസം വയതുണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ചെറുപ്പക്കാര് പലരും വയതിന്റെ സദസ്സിലേക്ക് ഞങ്ങൾ ആവേശത്തോടെ പോയി. എന്താ പറയുന്നത് കേൾക്കാൻ വേണ്ടി പോയി. ഓ റബ്ബേ, അദ്ദേഹത്തിന് നീ പറയാനുള്ള തൗഫീഖ് കൊടുത്തിട്ട് ഇതിന്റെ ഗൗരവം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. നിസ്കാരത്തെ കുറിച്ച് അയാൾ പറഞ്ഞിരുന്നു, നോമ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു, കള്ളു കുടിക്കുന്നതിനെതിരായി പറഞ്ഞിരുന്നു, വ്യഭിചാരത്തിനെതിരെ പറഞ്ഞിരുന്നു, കുടുംബബന്ധം തകർക്കുന്നതിനെതിരെ പറഞ്ഞിരുന്നു. പക്ഷേ വിശ്വാസം തകർന്നു പോകുന്ന പുത്തനാശയത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കത് പറഞ്ഞു തന്നിട്ടില്ല എന്ന് റബ്ബിന്റെ മുമ്പിൽ വെച്ച് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാർ റബ്ബിന്റെ മുമ്പിൽ കംപ്ലൈന്റ് പറയാനുള്ള അവസരം ഉണ്ടാക്കിക്കൂടാ. അതുകൊണ്ട് ആദ്യമായി പറയട്ടെ ചെറുപ്പക്കാരെ, നിങ്ങൾ നിങ്ങളെ ഈമാൻ സംരക്ഷിക്കണം. നിങ്ങൾ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവർക്കിടയിൽ ചിലപ്പോൾ ശാഖാപരമായ ചില മസ്അലകളിൽ തർക്കങ്ങൾ ഉണ്ടാകും. അതുപോലെ ശാഖാപരമായ ചില ഭിന്നതകൾ ഉണ്ടാകും. ചില സംഘടനാപരമായ ഭിന്നതകൾ ഉണ്ടാകും. അതിന്റെ പേരിൽ നിങ്ങൾ ഒരു സംഘടനയിലുള്ള പണ്ഡിതനെയും ചീത്ത പറയരുത്, ഒരു സംഘടനയിലുള്ള ആലിമിനെയും നിസ്സാരപ്പെടുത്തരുത്, ഒരു തങ്ങന്മാരെയും നിങ്ങൾ നിസ്സാരപ്പെടുത്തരുത്. ഇൽമിന് ബഹുമാനമുണ്ട്, നബി കുടുംബത്തിന് ബഹുമാനമുണ്ട്. അത് നമ്മളെ സംഘടന ആയാലും ഇല്ലെങ്കിലും നബിയുടെ കുടുംബം കുടുംബം തന്നെ. നമ്മളെ സംഘടന ആയാലും ഇല്ലെങ്കിലും പണ്ഡിതന്മാര് തന്നെ. നമ്മളെ ഈമാനിന് കേടുവരുന്ന ഒരു വിഷയത്തിലും നമ്മൾ ഇറങ്ങിപ്പോകരുത് കേട്ടോ. നല്ലവരുമായി കൂട്ടുചേർന്ന് ജീവിക്കണം. മഹാന്മാര് പഠിപ്പിച്ചില്ലേ, അഴുക്ക് ചാലിലൂടെ ഒലിച്ചു പോകുന്ന മലിനജലം, ആ മലിനജലം ഒലിച്ച് നല്ല സംശുദ്ധമായ വെള്ളമൊലിക്കുന്ന പുഴയിൽ പോയി ചേർന്ന് ആ പുഴയിലെ വെള്ളത്തിന്റെ കൂടെ ഒലിക്കുമ്പോൾ അഴുക്കുചാലിലെ വെള്ളം മുഴുവനും ശുദ്ധവെള്ളമായി മാറിപ്പോയി. അതുപോലെ ചെറുപ്പക്കാരാ, നിന്റെ സാഹചര്യം മോശമായതിന്റെ പേരിൽ നീ വല്ലപ്പോഴും തെറ്റുകളിൽ മുഴുകിപ്പോയെങ്കിൽ, നീ വല്ലപ്പോഴും നീ തെറ്റായ പ്രവർത്തനങ്ങളിൽ പെട്ടുപോയെങ്കിൽ, വല്ലപ്പോഴും നിന്റെ നിസ്കാരം കളായി പോയെങ്കിൽ, വല്ലപ്പോഴും നീ മദ്യത്തിന്റെ അടിമയായി പോയെങ്കിൽ, വല്ലപ്പോഴും നീ അന്യ പെണ്ണുമായി സുഖിച്ചു പോയെങ്കിൽ, ഓ ചെറുപ്പക്കാരാ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുക, തഖ്വയുള്ള മഹാന്മാരുമായി ബന്ധപ്പെടുക, ദീനിന്റെ പ്രവർത്തനം നടത്തുന്നവരുമായി സഹവസിക്കുക. നമ്മുടെ മോശമായ ചുറ്റുപാടുകൾ അള്ളാഹു മാറ്റിത്തരും. അതിനുവേണ്ടി നല്ലവരോട് കൂട്ടുചേരുക. അതാണ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. മസലു ജലീസി സാലിഹ് കമസലി ജലീസിൽ അത്വാർ. നല്ലവരുടെ കൂടെ പോയി ഇരിക്കുന്നവൻ, നല്ലവരുടെ സദസ്സിൽ
പങ്കെടുക്കുന്നവൻ കമസലി ജലീസിൽ അത്താർ, സുഗന്ധം വിറ്റുകൊണ്ടിരിക്കുന്ന അത്തറ് കച്ചവടക്കാരന്റെ സമീപത്തിരിക്കുന്നവനെ പോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് അവരും അത്തറ് പുരട്ടിക്കിട്ടുന്നു. അഥവാ പുരട്ടിക്കിട്ടുന്നില്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ സദസ്സിൽ ഇറങ്ങിപ്പോകുന്നത് വരെ നമുക്ക് അത്തറിന്റെ മണം കിട്ടുന്നത് പോലെ അത്തരക്കാരെ സദസ്സിന് പോകുന്നത് വരെ നമ്മൾ ദിക്റിലും സ്വലാത്തിലും ദുആയിലും ഇൽമു കേൾക്കുന്നതിലും സൽക്കർമ്മത്തിലും നല്ല ചിന്തയിലും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലും മരണത്തെക്കുറിച്ചുള്ള ചിന്തയിലുമായി നമ്മുടെ ജീവിതം അല്പസമയമെങ്കിലും നല്ലതിൽ മുഴുകി കിട്ടുന്നു. നല്ലവരുമായുള്ള കൂട്ടുകെട്ടുകളും മോശക്കാരുമായുള്ള കൂട്ടുകെട്ടുകൾ ഒഴിവാക്കി കളയണം. ഉണ്ടെങ്കിലേ ചെറുപ്പക്കാരെ ചെയ്ത നിഅമത്ത്, നമുക്ക് അല്ലാഹു തന്ന നിഅമത്ത്, അതിനെക്കുറിച്ച് ചിന്തിക്കണം. അല്ലാഹു അവന്റെ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ ഖുർആൻ പഠിക്കണം. ഖുർആൻ നമ്മളെ വിളിക്കുന്നത് എന്തിലേക്കാണെന്ന് നമ്മൾ ചിന്തിക്കണം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കാനാണ് വഅലിന്റെ സദസ്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കാനാണ് വഅലിന്റെ സദസ്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവരെക്കാൾ നല്ലവനാരാ എന്ന് ഖുർആൻ ചോദിച്ചത് നല്ല കാര്യത്തിലേക്ക് ക്ഷണിക്കുന്ന, ബാങ്ക് വിളിക്കുന്ന, ഇൽമ പറയുന്ന അത്തരം സദസ്സുകളിലേക്ക് വിളിക്കുന്നവരെ സംബന്ധിച്ചല്ലേ അല്ലാഹു തആല പറഞ്ഞു. അല്ലാഹ് നമ്മളെ പഠിപ്പിക്കുന്നു, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫ്. അല്ലാഹ് ആരാ? ഇബാദത്തി വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹി, അല്ലാഹുവിന്റെ ഇബാദത്തിൽ വളർന്നു വന്ന ചെറുപ്പക്കാരൻ എന്നല്ലേ പറഞ്ഞു. അല്ലാഹുവിന്റെ ഇബാദത്തിൽ വളരുക എന്ന് പറയുമ്പോൾ അല്ലാഹ് ആരാ? അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ദൗർബല്യത്തിൽ സൃഷ്ടിച്ചവനാണ്. നിങ്ങൾ ആദ്യം എന്തായിരുന്നു എന്ന് ചിന്തിക്കണം. നിങ്ങൾ വെറും ഒരു ചെറിയ ഇന്ദ്രിയ തുള്ളിയായിരുന്നില്ലേ? ഒരു ചെറിയ ബീജവും അതേ അണ്ടവും സങ്കലനം നടത്തിയിട്ടല്ലേ നിങ്ങളുടെ മാതാവിന്റെ വയറ്റിൽ നിങ്ങൾക്ക് ജന്മമുണ്ടായത്? നിങ്ങൾ വളരെ ദുർബലമായിരുന്നില്ലേ? അതുണ്ടാക്കാൻ കഴിയുമോ? ഇന്ന് എന്നെ ഒരു ചെറുപ്പക്കാരൻ പാലക്കാട് ജില്ലയിൽ നിന്ന് ടെലിഫോൺ ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് ടെലിഫോൺ ചെയ്തു. ഈ വൈകുന്നേരം ടെലിഫോൺ ചെയ്തു. നമ്മളെ കുമ്മോൾ ഇബ്രാഹിം ഉസ്താദും അടുത്തിട്ടുണ്ട്. ഞാൻ ഫോണ് തുറന്നു വെച്ചതായിരുന്നു. ആ സമയത്ത് ചെറുപ്പക്കാരൻ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വയസ്സ് 27ആയി. എനിക്ക് ഇതേവരെ എനിക്ക് സന്താനോൽപാദനത്തിന് ഇന്ദ്രിയമെന്ന് പറയുന്ന സാധനം തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടായി കാണുന്നില്ല. പല ഡോക്ടർമാർക്കും കാണിച്ചു, ഒരു ഉപാധിയും ചെയ്തിട്ട് യാതൊരു കാര്യവും കാണുന്നില്ല. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വൈകുന്നേരം എന്നെ വിളിച്ചു. അല്ലാഹു ജല്ല ജലാലുഹു അദ്ദേഹത്തിന്റെ വിഷമം അല്ലാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു, അല്ലാഹു തആല ചോദിക്കുന്നു, അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ, നിങ്ങളെ വെറും ഒരു ചെറിയ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന്, അതിൽ നിന്ന് തന്നെയുള്ള ഒരു ചെറിയ അംശത്തിൽ നിന്ന്, ആ അംശത്തിൽ സൃഷ്ടിച്ചതല്ലേ നിങ്ങളെ. ثم جعل من بعد ضعف قوة, പിന്നെ നിങ്ങളെ അല്ലാഹു ഘട്ടം ഘട്ടമായി അല്ലാഹു തആല നിങ്ങളെ വളർത്തി. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് മരണശേഷം ജീവിതമുണ്ടതിൽ സംശയമാണോ? യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്, നിങ്ങൾക്ക് പുനർജന്മമുണ്ടതിൽ നിങ്ങൾക്ക് സംശയമോ? ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ, നിങ്ങളുടെ ഉപ്പാപ്പ ആദം നബി അലൈഹിസ്സലാമിനെ മണ്ണിൽ നിന്ന് നമ്മൾ പടച്ചു. സുമ്മ മിൻ നുത്ഫ, പിന്നെ നിങ്ങളെ ഇന്ദ്രിയതുള്ളിൽ നിന്ന് പടച്ചു. സുമ്മ മിൻ അലഖ, പിന്നെ നിങ്ങളെ രക്തകഷ്ണത്തിൽ നിന്ന് പടച്ചു. സുമ്മ മിൻ മുദ്ഗ, പിന്നെ നിങ്ങളൊരു മാംസകഷ്ണമാക്കി. മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ, അത് കോലമാക്കപ്പെട്ട നിലക്കും കോലമാക്കപ്പെടാത്ത നിലക്കുമൊക്കെ മാതാവിന്റെ വയറ്റിൽ നിർത്തി. ലിനുബയ്യിന ലക്കും വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലിൻ മുസമ്മാ, നമ്മൾ നിശ്ചയിച്ച ഒരു അവധിയുണ്ട്. ആ അവധി വരെ നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയത്തിൽ നിങ്ങളെ നിർത്തി. അങ്ങനെ നിർത്തിയിട്ട് സുമ്മ നുഖ്രിജുകും തുഫ്ലൻ, പിന്നെ ചെറിയ കുട്ടിയായി നിങ്ങളെ നമ്മൾ പുറത്തു കൊണ്ടുവന്നു അല്ലേ. സുമ്മ ലിതബ്ലൂ അശുദ്ധക്കും, പിന്നെ നിങ്ങൾക്ക് യുവത്വവും ആരോഗ്യവും കിട്ടിയില്ലേ. വമിൻകും മൻ യുതവഫാ, ആരോഗ്യത്തോടെ മരിച്ചു പോകുന്നവർ നിങ്ങളെ കൂട്ടത്തിലുണ്ട്. വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമരി ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈആ. എന്തൊരു വാക്കാണ് റബ്ബിന്റെ വാക്ക്!
ചെറുപ്പക്കാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അള്ള പറയുന്നു ആരോഗ്യം തന്നു അല്ലേ? ആ ആരോഗ്യത്തോടെ തന്നെ മരിപ്പിക്കുന്നവർ നിങ്ങളെ കൂട്ടത്തിലുണ്ട്. എന്നാൽ നിങ്ങളെ കൂട്ടത്തിൽ ചിലരുണ്ട് താഴ്ന്ന പ്രായത്തിലേക്ക് പോകുന്നവർ. ലികൈലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈആ. ഒരു കാലത്ത്, യുവത്വമുള്ള കാലത്ത് വലിയ ഹിക്മത്തുള്ളവനായിരുന്നു, വലിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തവനായിരുന്നു, വലിയ പ്രശ്നങ്ങളൊക്കെ ഇടപെടുന്നവനായിരുന്നു, വലിയ വലിയ കാര്യങ്ങളൊക്കെ നേടിയവനായിരുന്നു. പക്ഷേ പ്രായമങ്ങ് കൂടിയിട്ടിപ്പോൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. സുബ്ഹാനല്ലാഹ്. അതാ എല്ലാ സമയവും വന്ന് ഭക്ഷണം കൊടുക്കുന്ന ഭാര്യയെ ചീത്ത പറയുന്നു, മക്കളെ ചീത്ത പറയുന്നു. മക്കൾ സങ്കടത്തോടെ പറയുന്നു, ഉസ്താദേ ഉപ്പാക്കിപ്പോ ഒന്നും മനസ്സിലാകുന്നില്ല, ഞങ്ങളെല്ലാം ചെയ്തോട്ടിട്ട് പിന്നെയും ഞങ്ങളെ ചീത്ത പറയുന്നു, വരുന്നവരോടൊക്കെ ഞങ്ങളെ കുറ്റം പറയുന്നു, ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നു. ബാപ്പക്കിപ്പൊന്നും ഓർമ്മയില്ല, ബാപ്പക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവിടുന്നും പോയി ചിലപ്പോൾ കാട്ടിച്ചത് വാരി തിന്നുന്നു, മൂത്രം കയ്യിലാക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു എന്നറിയുന്നില്ല. മനുഷ്യനുണ്ടാകുന്ന അവസ്ഥകൾ ഖുർആൻ കിബിറോടെ, അഹങ്കാരത്തോടെ, സുബഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാതെ അതേ അലിമീങ്ങളെ ചീത്തയും പറഞ്ഞ് വേണ്ടാത്തതിൽ മുഴുവനും ഇടപെട്ട് അബദ്ധങ്ങളിലായി ജീവിക്കുന്ന ചെറുപ്പക്കാരനെ ചിന്തിപ്പിക്കാൻ അള്ള പറയുന്നടോ, നിന്റെ ജീവിതത്തിന്റെ രംഗങ്ങൾ നീ ചിന്തിക്കൂ. നിന്നെ നമ്മൾ വളർത്തിയെടുത്തില്ലേ? ചിലർ ആരോഗ്യത്തോടെ മരിക്കുന്നവരുണ്ട്, ചിലർ നല്ല വിവരങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ വിവരമൊക്കെ നശിച്ച് ഒന്നിനും പറ്റാത്ത, ഒന്നും മനസ്സിലാകാത്ത ജീവിതം നയിക്കുന്നവർ, അങ്ങനെയും പ്രായമാകുന്ന സമയത്തായി പോകുന്നവരില്ലേ? وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت فأنبتت من كل زوج بهيج. ഈ ഭൂമിയിലൊന്ന് ചിന്തിക്കൂ. ആ ഭൂമിയിൽ നേരത്തെ വെറും ഭൂമി, അവിടെ ഒരു നല്ല മഴ പെയ്തപ്പോ വിത്തുകൾ അതാ മുളച്ചു വരുന്നു. ഭൂമി നല്ല ഫലപുഷ്ടിയുള്ളതായി, വെള്ളത്തോടെ ഫലപുഷ്ടിയുള്ള ഭൂമിയിൽ മുളച്ചു വരുന്നു. അത് ഉയരുന്നു, വളരുന്നു, തേങ്ങ പറിക്കുന്നു, നെല്ല് കൊയ്യുന്നു, അതേ കായ പറിക്കുന്നു. പിന്നീട് അതേ മരം തന്നെ പിന്നീടതാ മറിഞ്ഞു വീഴാനാകുന്നു, പീത്തയാകുന്നു, വൈക്കോലാകുന്നു, അതിങ്ങനെ നശിക്കുന്നു. അതുപോലെ നീ ഒന്നുകൂടി ചിന്തിക്കൂ. എല്ലാം ഉണങ്ങിപ്പോയൊരു ഭൂമി, ആ ഭൂമിയിൽ ഒരു മഴയങ്ങ് പെയ്തപ്പോ നേരത്തെ പുല്ല് കാണാനില്ലായിരുന്നു, ഒന്നും കാണാനില്ലായിരുന്നു. ഒരൊറ്റ മഴ പെയ്യുമ്പോ ഒക്കെയും അതാ വളർന്നു ഉയർന്നു വരുന്നു. നിന്റെ ജീവിതം ഇവിടെ നശിച്ചു, നീ അവസാനം മരിച്ചു. പിന്നെ നിന്നെ ഇങ്ങ് ജീവിപ്പിക്കൽ അള്ളാഹുവിനൊരു പ്രശ്നമാണോ? ഈ ഉണക്ക് പുല്ലുകളുടെ പൊടിപൊടിയായി പോയ പുല്ല് ഒരൊറ്റ മഴ പെയ്യുമ്പോൾ തെഴുത്ത് വളർന്നു വരുന്നത് നീ കാണുന്നില്ലേ? അള്ളാഹുവിനെ നിന്നെ ജീവിപ്പിക്കൽ ഒരു പ്രശ്നമാണോ? നിന്നെ ഉണ്ടാക്കൽ ഒരു പ്രശ്നമാണോ? ആ മരണശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാതെ നിന്റെ ആരോഗ്യകാലം നീ തകർത്ത് കളയല്ല. ഖുർആൻ അത് തന്നെ പറയുന്നു. അങ്ങനെ അതേ നിന്റെ ദൗർബല്യത്തിന് ശേഷം നിനക്ക് യുവത്വവും ആരോഗ്യവും അല്ല തന്നു. വശൈബത്തൻ, പിന്നെ നര തന്നു, വാർദ്ധക്യം തന്നു. അല്ല ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അല്ല അറിവുള്ളവനും കഴിവുള്ളവനും തന്നെ. ഓ ചെറുപ്പക്കാരെ, അള്ളാഹു തന്ന ആരോഗ്യ സമയത്ത് ഇബാദത്തുകൾ ചെയ്യുന്നവരാകണം, കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. ചെറുപ്പക്കാരായ യുവാക്കൾ സുന്നത്ത് നിസ്കരിക്കണം. ഞാൻ വേദനയോടെ പറയട്ടെ, പ്രായമുള്ളവര് സുന്നത്ത് നിസ്കരിക്കുന്നു, പണ്ഡിതന്മാര് സുന്നത്ത് നിസ്കരിക്കുന്നു. എന്തേ ചെറുപ്പക്കാരാ, നിന്റെ ജീവിതത്തിൽ നീ ഇൽമോ പഠിച്ചില്ല, ഇൽമോ നീ പഠിച്ചില്ല, കിതാബോ നീ ഓതിയില്ല. എന്നാൽ ആ പണ്ഡിതന്മാര് ഇൽമുള്ള
ഉള്ളതോടുകൂടെ തന്നെ ധാരാളം സുന്നത്ത് നിസ്കരിക്കുമ്പോ എനിക്കോ ഇൽമില്ലാതെയായി പോയി, എന്റെ പ്രവൃത്തിയും കുറഞ്ഞാൽ ഞാൻ എന്റെ രാജാവിന്റെ സമീപത്ത് എങ്ങനെ എത്തും? അതുകൊണ്ട് സുന്നത്ത് നിസ്കാരം പണ്ഡിതന്മാരെക്കാൾ കൂടുതൽ ഞാൻ നിസ്കരിക്കുമെന്ന വാശി വിവരമില്ലാത്തവർക്കല്ലേ ഉണ്ടാകേണ്ടത്? പണ്ഡിതന്മാര് ചെയ്യേണ്ടതില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പണ്ഡിതന്മാരെന്തായാലും അത് ചെയ്യേണ്ടത് തന്നെ. ഓ ചെറുപ്പക്കാരെ, സുന്നത്ത് നിസ്കാരം മലക്കുകൾക്കുള്ളതാണോ? നമ്മൾ ചെയ്യേണ്ടതല്ലേ? എന്തുകൊണ്ട് ദുഹറിന്റെ മുമ്പ് ഒരു 2 റക്അത്തെങ്കിലും സുന്നത്ത് നിസ്കരിച്ചുകൂടാ? എന്തുകൊണ്ട് ദുഹറിന്റെ മുമ്പ് ഒരു 4 നിസ്കരിച്ചുകൂടാ? എന്തുകൊണ്ട് ദുഹറിന്റെ ശേഷം ഒരു 4 നിസ്കരിച്ചുകൂടാ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പള്ളികളിലൊക്കെ ജുമഅ കഴിഞ്ഞാൽ ചെറുപ്പക്കാരന്റെ ഇറങ്ങി ഓടുന്നത് വല്ലാത്ത തിരക്ക് തന്നെ. നിന്റെ തിരക്ക് അതാ പ്രായം ചെന്നവരിൽ നിന്ന് ആമീൻ പറയുന്നു, നമ്മളെ പണ്ഡിതന്മാരിൽ നിന്ന് ആമീൻ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, വലിയ ഇൽമിന്റെ ബഹറുകളായിരുന്ന കീഴന ഉസ്താദ് എപ്പോഴെങ്കിലും ഒരു ജുമഅ കഴിഞ്ഞിട്ട് ദുആ കഴിയാതെ ഇറങ്ങിപ്പോകാറുണ്ടോ? ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ പോകാറുണ്ടോ? ആലിമീങ്ങൾ പോകാറുണ്ടോ? അവർക്ക് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സമ്പാദിക്കാനിരിക്കുന്നു. ചെറുപ്പക്കാരാ, ഒരു ഇൽമുമില്ലാത്ത നിനക്ക് ഒരു 2 മിനിറ്റ് ആ ദുആയിലൊന്ന് പങ്കെടുത്തുകൂടെ? ഒരു 33 സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൂടെ? ഒരു 33 അൽഹംദുലില്ലാഹ് ചൊല്ലിക്കൂടെ? ഒരു 33 അല്ലാഹു അക്ബർ ചൊല്ലിക്കൂടെ? ഇത് നമ്മൾ ആഖിറത്തിലേക്ക് എപ്പോഴാ സമ്പാദിക്കാൻ പോകുന്നത്? ആഖിറത്തിലെ ജീവിതമുണ്ടെന്ന് നീ ഉറപ്പിച്ചിട്ടില്ലേ? നിനക്ക് ആ സമയത്ത് പെട്ടെന്ന് ഇറങ്ങി നീ സ്വറ പറയുകയല്ലേ ചെയ്യുന്നത്? അങ്ങാടിയിൽ പോയി ഇരുന്ന് പിന്നെ കഥ പറയുകയല്ലേ ചെയ്യുന്നത്? നിനക്ക് ആ ഒരു 33 സുബ്ഹാനല്ലാഹ് കഴിഞ്ഞിട്ട് ഇറങ്ങിയാ പോരെ? ഒരു 33 അൽഹംദുലില്ലാഹ് കഴിഞ്ഞിട്ട് ഇറങ്ങിയാ പോരെ? ആകെ ഒരു 2 മിനിറ്റ് നീ സഹിച്ചിരുന്നാൽ 100 ദിക്റല്ലേ ചൊല്ലിപ്പോകുന്നത്? 100 ദിക്റിന് 1000 പ്രതിഫലമല്ലേ കിട്ടാൻ പോകുന്നത്? അപ്പൊ 100 ദിക്റിനൊരു 1000 പ്രതിഫലം 2 മിനിറ്റ് കൊണ്ട് കിട്ടുമ്പോ അതിന് സമയമില്ല നിനക്ക്. നീ ഇറങ്ങിയിട്ട് എന്താണ് ഇവിടെ സമ്പാദിക്കാൻ പോകുന്നത്? ഒന്നും സമ്പാദിക്കുന്നില്ല. നീ അങ്ങാടിയിൽ നിന്ന് നേരം പൊക്കാണ്, സമയം വെറുതെ സൊറ പറഞ്ഞ് നേരം പൊക്കാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്നവരവിടെ ഇരുന്ന് ദിക്ർ ചൊല്ലുകയാണ്, അവരവിടുന്ന് സ്വലാത്ത് ചൊല്ലുകയാണ്, അവരവിടുന്ന് ഖുർആൻ ഓതുകയാണ്. അവിടുന്ന് പണ്ഡിതന്മാർ ഒരു 10 മിനിറ്റ് ജുമഅന്റെ ശേഷം പ്രസംഗിക്കുമ്പോ ആ പ്രസംഗം കേട്ട് ഇൽമു പഠിക്കുകയാണ് തഖ്വയുള്ളവര്. നിനക്കതിന് നേരമില്ല, നിനക്ക് ഭയങ്കര തിരക്കാണ്. നിന്റെ തിരക്ക് മരിക്കുന്നതോടെ തീർന്നില്ലേ ചെറുപ്പക്കാരാ? മരണത്തോടുകൂടെ തിരക്ക് തീർന്നില്ലേ? പിന്നെ തിരക്കുണ്ടോ ഇവിടെ? ഓ സഹോദരന്മാരെ, ആരിഫീങ്ങൾ പൊട്ടിക്കരഞ്ഞില്ലേ? ഞാൻ ദീർഘമായി പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുന്ന് രേഖപ്പെടുത്തിയില്ലേ? ബഹുമാനപ്പെട്ട അതാഉസ് സുലമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ, ആ അതാഉസ് സുലമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അതാ ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുക എന്നത് നമ്മളോട് കൽപ്പിക്കപ്പെട്ടതാണ്. ജോലിയെടുത്താണ് മനുഷ്യൻ ജീവിക്കേണ്ടത്, യാചിച്ചുകൊണ്ടല്ല ജീവിക്കേണ്ടത്. അത് പണ്ഡിതന്മാർക്കും ജോലിയെടുക്കാം, സാധാരണക്കാർക്കും ജോലിയെടുക്കാം. ജോലിയെടുക്കുന്നത് നല്ലതാണ്. ബഹുമാനപ്പെട്ട അതാഉസ് സുലമി റളിയല്ലാഹു അൻഹു നല്ല ഒരു വസ്ത്രം നെയ്തുണ്ടാക്കി, അത് വളരെ ക്ലിയറാക്കി നെയ്തുണ്ടാക്കി. ശേഷം ആ വസ്ത്രവും എടുത്ത് അങ്ങാടിയിലേക്ക് പോയി. അങ്ങാടിയിൽ പോയത് എന്തിനാണ്? വസ്ത്രം വിൽക്കാനാണ്. വസ്ത്രം വിറ്റിട്ട് കാശുണ്ടാക്കി ജീവിക്കാനാണ്. അങ്ങനെ വസ്ത്രം വിൽക്കുന്ന സ്ഥലത്ത് അങ്ങാടിയിൽ കൊണ്ടുപോയി വസ്ത്രം ഇങ്ങനെ വെച്ചു. എന്നിട്ട് വില പറയാൻ വേണ്ടി ആളെ വിളിച്ചു. അപ്പോഴതാ നല്ല ഒരു പട്ട് കച്ചവടക്കാരൻ, അദ്ദേഹത്തിന് ഏത് വസ്ത്രത്തിന്റെയും ഗുണവും ദോഷവും പെട്ടെന്ന് നോക്കി പറയാൻ കഴിയൂ. അങ്ങനത്തെ ഒരു കച്ചവടക്കാരൻ അടുത്ത് വന്നു. അടുത്ത് വന്നിട്ട് ചോദിച്ചത് കുറച്ചു തരുവോ, വില കുറച്ചു തരുവോ? അതാഉസ് സുലമി റളിയല്ലാഹു അൻഹു എനിക്ക് ആ പറഞ്ഞ വില തന്നെ കിട്ടണമെന്ന് പറയുമ്പോ ആ കച്ചവടക്കാരൻ എന്നിട്ട് പറയുന്നു, ഇന്ന ഫീഹി ഉയൂബൻ കൈത വകൈത. നിങ്ങളീ കൊണ്ടുവന്ന വസ്ത്രത്തിന് അങ്ങനെ ഒരു ദോഷമുണ്ട്, ഇങ്ങനെ ഒരു ദോഷമുണ്ട്, ഇങ്ങനെ ഒരു ദോഷമുണ്ട്, അങ്ങനെ ഒരു ദോഷമുണ്ട്. ഓരോ ന്യൂനതകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. റളിയല്ലാഹു അൻഹു തുണി ഇങ്ങോട്ട് വാങ്ങി. തുണി വാങ്ങിയിട്ട് ഇരുന്നൊരൊറ്റ കരച്ചിലാണ്. കരഞ്ഞിങ്ങനെ കണ്ണ് പൊക്കി വല്ലാത്ത കരച്ചില് കരയാണ്. അപ്പൊ ഈ വില പറയാൻ വന്ന ആൾക്ക് വല്ലാത്ത വിഷമം തോന്നി. ഇങ്ങനെ പൊട്ടിക്കരയുന്നത് കണ്ടപ്പോ വില പറയാൻ വന്ന ആൾക്ക് വിഷമം തോന്നി. അയാൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ അതേ പൈസ തന്നെ തരാം, നിങ്ങൾ കരയണ്ട. വല്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു തുണിയാണിത്, നന്നായിട്ട് അധ്വാനിച്ച് നെയ്തുണ്ടാക്കിയ തുണി. ആ തുണിക്ക് ഈ കച്ചവടക്കാരൻ വന്നു.
എന്താണെന്ന് അതിന് കുറെ ന്യൂനതകൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചപ്പോ ബഹുമാനപ്പെട്ട അത്താ റളിയല്ലാഹു അൻഹു കരയാണ്. അക്കരയുന്നത് കണ്ടപ്പോ ഇയാൾക്ക് കേറും തോന്നി. തോന്നിയിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വില തന്നെ തരാ, നിങ്ങൾ കരയണ്ട. അപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, ലൈസ ദാലിക കമാ തദുന്നു, നിങ്ങൾ എന്റെ തുണിക്ക് കുറ്റം പറഞ്ഞത് കൊണ്ടല്ല ഞാൻ കരയുന്നത്, നിങ്ങൾ എന്റെ തുണിക്ക് വില കുറക്കുന്ന വകയിലല്ല ഞാൻ കരയുന്നത്. ഇന്നമാ അന ആമിലുൻ ഫീ ഹാദിഹി സ്നാഅതി, ഞാൻ ഈ തുണി നെയ്യാൻ വേണ്ടി വല്ലാതെ അധ്വാനിച്ചു. വഖദ് ഇജ്തഹദ്തു ഫീ ഇഹ്കാമി ഹാദാ സൗബി വഇസ്ലാഹി വതഹ്സീനിഹി, ഈ തുണി നല്ല നിലയ്ക്ക് നെയ്തുണ്ടാക്കാൻ ഞാൻ അങ്ങേയറ്റം പരിശ്രമിച്ചു. ഹത്താ ലാ യൂജദ ബിഹി ഐബുൻ, ഒരു കുറ്റവും കുറവില്ലാത്ത നിലക്ക് മാർക്കറ്റിൽ ഇത് ഇറക്കണമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങേത്തല അധ്വാനിച്ചിട്ടാണ് ഈ തുണി ഞാൻ നെയ്തുണ്ടാക്കിയത്. പക്ഷേ ഫലം അലൽ ബസീരി ബിഉയൂബിഹി അദ്ഹറ ഫീഹി ഉയൂബൻ കുന്തു അൻഹാ ഗാഫിലാ, ഞാനിത് വളരെ അധ്വാനിച്ചുണ്ടാക്കിയതാണെങ്കിലും ഈ തുണിയെ സംബന്ധിച്ച് നല്ല വിവരമുള്ള ഒരാളെ മുന്നിൽ എന്റെ തുണി എത്തി നോക്കുമ്പോ എത്ര കുറ്റമാണ് അയാൾ കണ്ടുപിടിച്ചത്. ഞാൻ എത്ര അധ്വാനിച്ചാ ഇതുണ്ടാക്കിയത്. പക്ഷേ ഒരറിയുന്നവന്റെ മുമ്പിൽ വന്നു നോക്കുമ്പോ ഈ തുണിക്ക് 1000 കുറ്റം കണ്ടുപിടിച്ചില്ലേ. അപ്പോൾ എന്റെ ചിന്ത മാറിപ്പോയി. എന്റെ ചിന്ത പോയത്, ഞാനിവിടെ തുണി നെയ്യാനല്ലല്ലോ പടക്കപ്പെട്ടത്, അത് വിൽക്കാനല്ലല്ലോ പടക്കപ്പെട്ടത്. തുണി നെയ്യുന്നതും തുണി വിൽക്കുന്നതും ഒക്കെ ജീവിക്കാനല്ലേ. ജീവിക്കുന്നത് അല്ലാഹ് ഇബാദത്ത് എടുക്കാനല്ലേ. അല്ലാഹ് എന്നെ പഠിച്ചത് ഇബാദത്തിന് വേണ്ടിയല്ലേ. ആ ഇബാദത്ത് ഞാൻ എന്റെ അറിവനുസരിച്ചൊക്കെ ഇബാദത്ത് എടുക്കുന്നുണ്ട്. പക്ഷേ ഫകൈഫ അമാനുനാ ഹാദിഹി ഇദാ ഉരിദത് ഗദൻ അലല്ലാഹ്, ഒരു തുണിനോട്ടം അറിയുന്നവന്റെ മുമ്പിൽ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ തുണി അവന്റെ മുമ്പിലെത്തുമ്പോഴേക്ക് 100 ഐബാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇബാദത്തുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ അങ്ങെത്തുമ്പോൾ കം യബ്ദു ഫീഹാ മിനൽ ഉയൂബി വൻ നുഖ്സാൻ അല്ലദീന നഹ്നു അൽയൗമ അൻഹാ ഗാഫിലൂൻ. ഇന്ന് നമ്മളത് ശ്രദ്ധിക്കുന്നില്ല, മനസ്സിലാവുന്നില്ല. പക്ഷേ പടച്ചവന്റെ മുമ്പിൽ അവനല്ലേ നാഖിദുൽ ബസീർ, അവനല്ലേ ശരിയായ നോട്ടക്കാരൻ. അവന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് എന്റെ അമൽ ഓരോന്നോരോന്നങ്ങ് പരിശോധിക്കുന്നു. അല്ലാഹു തആല അതിനെന്തൊക്കെ കുറ്റങ്ങളായിരിക്കും കണ്ടെത്തുന്നത്. അത് ഓർത്തപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. ഓ ചെറുപ്പക്കാരെ, സുന്നത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞില്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫർള് നിസ്കാരത്തിന് വല്ല കേടും ഉണ്ടോ? അല്ലാഹുവിന്റെ മുമ്പിൽ എത്തുമ്പോ ഫർള് നിസ്കാരത്തിന് വല്ല കേടുമുണ്ടെന്ന് മലക്കുകളുടെ പരിശോധനയിൽ ബോധ്യപ്പെട്ടാൽ അല്ലാഹു തആല പറയും, അയാൾക്ക് സുന്നത്ത് നിസ്കാരം ഉണ്ടോ നോക്കണം. സുന്നത്ത് നിസ്കാരം ഉണ്ടെങ്കിൽ ആ കേടുള്ള ഫർളിന്റെ സ്ഥാനത്ത് സുന്നത്ത് നിസ്കാരം വെച്ചിട്ട് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് അയച്ചോ. സുന്നത്തില്ലെങ്കിലോ ഫർള് നിസ്കാരം ശരിയായില്ല, അവനെ നരകത്തിലേക്ക് വിട്ടോ. സദഖ ചെയ്യുന്നവർ സക്കാത്ത് കൊടുക്കൽ കൃത്യമായി കൊടുക്കേണ്ടതാ. സക്കാത്ത് കൊടുത്തതിന് വല്ല ന്യൂനതയും എവിടെയെങ്കിലും സംഭവിച്ചോ, അവൻ ധാരാളം ധർമ്മം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്ക്. നിർബന്ധമില്ലാത്ത കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്ക്. നിർബന്ധമില്ലാത്ത ധാരാളം കൊടുത്തിട്ടുണ്ടോ, അതാ സക്കാത്തിന്റെ സ്ഥാനത്ത് വെച്ചിട്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിക്കോ. ഇങ്ങനെ സുന്നത്ത് കൊണ്ട് ഫർളിനെ പരിഹരിക്കപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നേരെ മറിച്ച് സുന്നത്തില്ലെങ്കിലോ പരിഹരിക്കൽ എവിടുന്നാണ്? അപ്പൊ ചെറുപ്പക്കാര് സുന്നത്ത് നിസ്കരിക്കണം. വാളിന്റെ സദസ്സിൽ വന്ന് തിരിച്ചു പോകുമ്പോ ഞാൻ ഒരൊറ്റ ഫർളും ഖളാക്കുകയില്ലെന്ന് ഉറപ്പിക്കണം. ഞാൻ സുന്നത്തുകൾ ജീവിതത്തിലെടുക്കുമെന്ന് ഉറപ്പിക്കണം. നമ്മൾ ഖുർആൻ ഒരു ദിവസം ഓതുമെന്ന് ഉറപ്പിക്കണം. സലാത്ത് ചൊല്ലുമെന്ന് ഉറപ്പിക്കണം. ദിക്ർ ഹൽഖയുടെ സദസ്സിൽ ഞാൻ പോയിരിക്കുമെന്ന് ഉറപ്പിക്കണം. ദിക്റും സലാത്തും ചെല്ലുമ്പോൾ പങ്കെടുക്കണം. മൗലിദ് ഓതുമ്പോൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടുകയാണ്, അവിടെ ഞാൻ ഇരിക്കുമെന്ന് ഉറപ്പിക്കണം. മൗലിദ് അപ്പുറത്ത് ഓതുന്നു 2 ആള്, ബാക്കിയുള്ളവരൊക്കെ ഇപ്പുറത്ത് കഥ പറയുന്നു. എന്തേ, നമുക്ക് റസൂലുള്ളാഹിന്റെ മദ്ഹ് വേണ്ടേ? നമുക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം വേണ്ടേ? നമ്മുടെ നാടുകളിലൊക്കെ മൗലിദ് ഓതുന്നു, 4-5 മുസ്ലിയാമാര് മൗലിദ് ഓതുന്നു, അതൊരു കർമ്മം. ബാക്കിയുള്ളവരൊക്കെ പന്തലിരുന്ന് കഥ പറയുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ഒന്ന് കേട്ടുകൂടെ നമുക്ക്? അറിയില്ലെങ്കിൽ സദസ്സിൽ ഇരുന്ന് ബർക്കത്തെടുത്തുകൂടെ നമുക്ക്? ദിക്ർ ചൊല്ലും. ദിക്ർ ചൊല്ലുമ്പോ മറ്റുള്ളവർക്ക് ഇപ്പുറത്ത് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും.
ദിക്ർ ചൊല്ലുന്നവര് ചൊല്ലുന്നു, നമുക്കതൊന്നും വേണ്ടാത്ത മാതിരിയുണ്ട്. അങ്ങനെ ആകാൻ പറ്റുമോ? നമ്മളും ചൊല്ലണ്ടേ ദിക്ർ? ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അത് വലിയ കാര്യമല്ലേ? ഒരു ദിക്ർ ചൊല്ലിയാൽ അത് കാര്യമല്ലേ? ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ അതുകൊണ്ട് സ്വർഗത്തിലേക്ക് നമ്മളൊരു മരം നട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചില്ലേ ദിക്റിന്റെ മഹത്വം? നമ്മളും ചൊല്ലണ്ടേ ദിക്ർ? ഇബാദത്തിൽ വളർന്നു വരണം. പണ്ഡിതന്മാര് ദീനിന് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കുന്നു, നമ്മൾ അവരുടെ കൂടെ കൂട്ടിച്ചേർന്ന് കൊടുക്കണ്ടേ? ഓ ചെറുപ്പക്കാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ക്രിസ്തു സമുദായം വളരെ ചുരുക്കം ന്യൂനപക്ഷമല്ലേ? സിഖ് സമുദായം വളരെ ന്യൂനപക്ഷമല്ലേ? പക്ഷേ നമ്മുടെ രാജ്യത്ത് എല്ലാ നിലക്കും ഉയർന്നു നിൽക്കുന്നത് സിഖ് സമുദായവും അതുപോലെ ക്രിസ്തു സമുദായവും. എവിടെയും അവർ രംഗത്ത് ഉയർന്നു നിൽക്കുകയല്ലേ? ഞാൻ അവരോട് അസൂയ ഉണ്ടായിട്ട് പറയുകയല്ല, നമ്മൾ പാഠം പഠിക്കാൻ വേണ്ടി പറയുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താ കാരണം? കാരണം അവരുടെ പണ്ഡിതന്മാർ, അവരുടെ അച്ഛന്മാർ, അവരുടെ പാതിരിമാർ, അവരുടെ പുരോഹിതന്മാർ, അവർ അവരുടെ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവർ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്നു. അവർ ധാരാളം സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നു, ധാരാളം സ്കൂളുകൾ നിർമ്മിക്കുന്നു, ധാരാളം സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നു. അവരതിന്റെ പ്രവർത്തനം നടത്തുമ്പോൾ ക്രിസ്തു സമുദായം, ക്രിസ്ത്യാനികളായ അച്ഛന്മാരുടെ പിന്നിൽ അവരിൽ പല പാർട്ടിക്കാരുമുണ്ട്. ക്രിസ്ത്യാനികൾ ഒറ്റ പാർട്ടിയല്ല, 100 പാർട്ടിയിലാണ് അവർ. കാരണം ഏത് പാർട്ടി ഭരിച്ചാലും അവർക്ക് കാര്യം ശരിയാകാൻ അവരുടെ പാർട്ടിയിൽ അവരുടെ സമുദായം ഉണ്ടാവും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ആ ക്രിസ്തു സമുദായത്തിന് പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ പലതാണെങ്കിലും അവരുടെ പണ്ഡിതന്മാര് സമുദായത്തിന് പ്രവർത്തിക്കുമ്പോ എല്ലാ പാർട്ടിക്കാരും ആ പണ്ഡിതന്മാരെ പിന്നിൽ അണിനിരന്ന് ഒത്താശ ചെയ്തു കൊടുക്കുന്നു. അതിന്റെ ഗുണം ആ സമുദായം അനുഭവിക്കുന്നു, സിഖ് സമുദായം അനുഭവിക്കുന്നു. നമ്മളോ നമ്മളുടേത് ആ രൂപത്തിലായി വരുന്നില്ല. അല്ലാഹു നമ്മുടെ സമുദായത്തെ നന്നാക്കട്ടെ. പണ്ഡിതന്മാര് ദീനിന്റെ പ്രവർത്തനത്തിനിറങ്ങുമ്പോ, സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുമ്പോ സമൂഹം മുഴുവനും അവരെ പിന്തുണക്കുകയല്ലേ വേണ്ടത്? കാര്യലാഭത്തിന് വേണ്ടിയല്ല, സ്ഥാനമാനത്തിന് വേണ്ടിയല്ല. ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുമ്പോ അത് കണ്ടറിയാൻ നമുക്ക് സാധിക്കണ്ടേ സഹോദരന്മാരെ? അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകം പറയുകയാണ്, ഓ ചെറുപ്പക്കാരെ, നിങ്ങളെ യുവത്വകാലം നിങ്ങൾ നശിപ്പിക്കല്ല, മറിച്ച് നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് യുവത്വകാലത്ത് ധാരാളം സമ്പാദിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നമ്മെ പഠിപ്പിക്കുന്നു. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മറ്റും റിപ്പോർട്ട് ചെയ്യുന്നു, ഓ ജനങ്ങളെ, അഞ്ച് കാര്യം വരുന്നതിന് മുമ്പ് നിങ്ങൾ 5 കാര്യം നേടിയെടുക്കണം. 5 കാര്യം വരുന്നതിന് മുമ്പ് നിങ്ങൾ 5 കാര്യം നേടിയെടുക്കണം. ശബാബക ഖബ്ല ഹറമിക വസിഹ്ഹതക ഖബ്ല സഖമിക. നിങ്ങൾക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പ് യുവത്വകാലത്ത് തന്നെ നിങ്ങൾ സൽക്കർമ്മം ചെയ്ത് സമ്പാദിച്ചു വെക്കണം. യുവത്വകാലത്ത് സൽക്കർമ്മം ചെയ്ത് സമ്പാദിച്ചു വെക്കണം. വസിഹ്ഹതക ഖബ്ല സഖമിക. നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യമാണ്. ആരോഗ്യമുള്ള സമയത്ത് തന്നെ നിന്റെ പാരത്രിക ലോകത്തിന് വേണ്ടി സമ്പാദിച്ചു വെക്കണം. വഗിനാക ഖബ്ല ഫഖരിക. നീ ഫഖീറാകാൻ പോവുകയാണ്. മരിക്കുന്നതോടുകൂടെ നിനക്ക് സമ്പാദ്യങ്ങളൊന്നും ഉണ്ടാക്കാൻ വകുപ്പില്ല. ആ ഫഖീർ തരം നിനക്ക് വരുന്നതിന് മുമ്പ് നിനക്ക് ഇപ്പോൾ സമ്പാദിക്കാൻ പറ്റുന്ന സമയമാണ്. നിന്റെ ഫഖീർ തരം വരുന്നതിന് മുമ്പ് നിന്റെ ഐശ്വര്യം നീ മുതലെടുക്കണം. ഓ ചെറുപ്പക്കാരെ, കല്യാണം കഴിച്ചു മക്കളായി, പ്രായമായി, ഇനി മകളെ കെട്ടിക്കണം, മകനെ കെട്ടിക്കണം, വീടുണ്ടാക്കണം, 100 പ്രശ്നങ്ങളല്ലേ? ആ പ്രശ്നം വരുന്ന സമയത്ത് നിനക്ക് പലതിനും സമയം കിട്ടൂല. അതുകൊണ്ട് ചെറുപ്പക്കാരായ കുട്ടികൾ അത്തരം വിഷയങ്ങൾ വരുന്നതിന് മുമ്പ് ധാരാളം ചെയ്തു വെക്കണം. നിനക്ക് വലിയ ഡ്യൂട്ടി, വലിയ ജോലി വരാൻ പോവാണ്. നിന്റെ മകളെ കെട്ടിക്കലോ, നിന്റെ ഭാര്യയെ കൊണ്ട് ആശുപത്രിയിൽ പോകലോ, അതിന്റെ ചെലവ് നോക്കലോ, അങ്ങനെ തുടങ്ങി ഒരുപാട് വരാൻ പോവാണ്. അതിനു മുമ്പ് ഇപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള ചെറുപ്പക്കാരില്ലേ, കഴിച്ച ഉടനെയുള്ളവരില്ലേ, ഇപ്പൊ നിങ്ങൾക്ക് ചെലവില്ല, ഇപ്പൊ നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് മുമ്പാണ്. പ്രശ്നം വരുന്നതിന് മുമ്പുള്ള സമയത്ത് നീ നന്നായി ഇബാദത്ത് ചെയ്യണം. നിന്റെ മരണം സംഭവിക്കുന്നതിന് മുമ്പ്, ജീവിതകാലത്ത് മരണത്തിന് വേണ്ടി നീ സമ്പാദിക്കണം മോനെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇമാം തിർമിദി റളിയല്ലാഹു തആല നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. സഹോദരന്മാരെ, ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ചെറുപ്പക്കാരിൽ വേണം.
ചെറുപ്പത്തിലെ ആ രൂപത്തിൽ മക്കളായി വരാൻ എന്റെ ഉമ്മമാരെ മക്കളെ വളർത്തുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാം കൂടി ഇന്നത്തെ ഒരു ദിവസം പറയാൻ കഴിയില്ല. ഞാൻ ചില സൂചനകൾ ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ലോകപ്രസിദ്ധമായ ഇഹ്യാ ഉലൂമുദ്ദീൻ ചൂണ്ടിക്കാണിച്ച ചില സൂചനകൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. നമ്മുടെ ഉമ്മമാര് ശ്രദ്ധിക്കണം, നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നു, ചെറിയ കുട്ടി നല്ല മനസ്സ്, ചെറിയ കുട്ടി നല്ല മനസ്സ്, ആരോടും വിദ്വേഷമില്ല, ആരോടും വൈരാഗ്യമില്ല, ആരോടും എതിർപ്പില്ല. ചെറിയ മനസ്സ്, നല്ല മനസ്സ്. ആ നല്ല മനസ്സ് നല്ല തെളിഞ്ഞ കണ്ണാടി പോലെയുള്ള മനസ്സാണ് ചെറിയ മക്കളുടെ മനസ്സ്. ആ ചെറിയ മക്കളുടെ മനസ്സിൽ നല്ലത് നാം വിതക്കണം, നല്ലത് നാം വിതക്കണം, നല്ല ചിന്തകൾ വളർത്തിയെടുക്കണം. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ശരീരം രണ്ടും നരകത്തിൽ നിന്ന് കാക്കണമെന്ന് അല്ലാഹു പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങളെ കുട്ടികളെ ശരീരം നിങ്ങൾ അല്ലാഹുവിൻ നരകത്തിൽ നിന്ന് കാക്കണം, നിങ്ങളെ ഭാര്യമാരെ ശരീരം കാക്കണം, നിങ്ങളെ കുടുംബത്തിന്റെ ശരീരം കാക്കണം. അപ്പോൾ നീ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്ന ഉപദേശം സ്വീകരിക്കുന്നത് മകനോടുള്ള വെറുപ്പല്ല, മകനും മക്കളോടുള്ള എതിർപ്പല്ല, മക്കളെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്, മക്കളെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. നമ്മളെ മുൻഗാമികൾ നമ്മളെ മക്കളെ എത്ര ആലിമീങ്ങളാക്കി വളർത്തി. നാദാപുരത്തൊക്കെ മുമ്പ് എത്ര വലിയ ആലിമീങ്ങൾ ഉണ്ടായി. എന്താ കാരണം? കാരണം നാദാപുരത്ത് നമ്മുടെ മുൻഗാമികൾ അവരെ മക്കളെ ഈ ഇൽമു പഠിക്കാൻ വേണ്ടി വലിയ വലിയ ദർസിലേക്ക് പറഞ്ഞയച്ചു. ഇപ്പോൾ നാദാപുരത്ത് മുസ്ലിമീങ്ങളുണ്ട്, പേരോട് മുസ്ലിമീങ്ങളുണ്ട്, അതേ എല്ലാ സ്ഥലത്തും മുസ്ലിമീങ്ങളുണ്ട്. പക്ഷേ അല്ലാഹു തആല പണം തന്നു നോക്കുമ്പോ സ്വന്തം മക്കളെ ഇൽമു പഠിപ്പിക്കണമെന്ന ചിന്ത നമ്മളെ ഖൽബിന്ന് പോയി. അതേ ആലിമീങ്ങളാക്കി മക്കളെ വളർത്താൻ ആലിമീങ്ങൾ തന്നെ തയ്യാറല്ല. മുസ്ലിമീങ്ങളെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാർക്ക് തന്നെ അവരെ മകൻ ഒരു ഡോക്ടറാകണം, ഒരു എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകണമെന്നല്ലാതെ ഒരു ആലിമാകണം എന്ന ചിന്ത നമ്മളെ രക്ഷിതാക്കളെ ആലിമീങ്ങളെ മനസ്സിൽ തന്നെ വരുന്നില്ല. കാരണം കാലം ദുഷിച്ചുപോയി. ആഖിറത്തിന് വില കൽപ്പിക്കുന്നതിന് പകരം ദുനിയാവിന് വില വന്നുപോയി. അല്ലാഹു നമ്മുടെ സമുദായത്തെ നന്നാക്കട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നു, വമഹ്മാ കാനൽ ലബു യസൂനുഹു അന്നാരി ദുനിയാ ഫബിഅൻ യസൂനുഹു അന്നാരിൽ ആഖിറതി ഔലാ. ഈ ഭൂമിയിലുള്ള തീക്കുണ്ടാരത്തിൽ പോയി നിന്റെ മകൻ ചാടിപ്പോകുന്നത് കാക്കണമെന്ന് നിനക്ക് ചിന്തയില്ലേ ബാപ്പാ? നിനക്ക് ചിന്തയില്ലേ ഉമ്മ? എന്നാ നരകത്തിലെ തീയിൽ നിന്റെ മകൻ പോയി ചാടരുതെന്ന ചിന്ത നിന്റെ മനസ്സിൽ വേണ്ടേ ഉമ്മ? നിന്റെ മനസ്സിൽ വേണ്ടേ ബാപ്പാ? ഇത് പറഞ്ഞുകൊണ്ട് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ പറയുന്നു, ആദ്യം തന്നെ പറയുന്ന കാര്യം, കുട്ടിയെ നിങ്ങൾ നന്നായി വളർത്തണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? വയഹ്ഫദൂ മിനൽ ഖുറാനാഇ സൂഅ്. മോശമായ കൂട്ടുകെട്ടിന് കുട്ടികളെ വിട്ടേക്കരുത്. കുട്ടികളെ മോശമായ കൂട്ടുകെട്ടിന് വിട്ടേക്കരുത്. ഇന്നലെ എനിക്ക് നമ്മളെ താഹാ തങ്ങൾ ടെലിഫോൺ ചെയ്തു. ഒരു വനിതാ കോളേജിനെ സംബന്ധിച്ചാണ് ഫോൺ. അവിടെയുള്ള പെൺകുട്ടികളെ ടൂറിന് കൊണ്ടുപോവുകയാണ് മൈസൂരിലേക്ക്. ആരാണ് മൈസൂരിലേക്ക് ടൂറിന് കൊണ്ടുപോകുന്നത്? അന്യപുരുഷന്മാരായ ടീച്ചർമാരാണ്. ഈ അന്യപുരുഷന്മാരായ ടീച്ചർമാരുടെ കൂടെ അതാ SSLC ഒക്കെ കഴിഞ്ഞ ചെറുപ്പക്കാരികളായ കുട്ടികളെ ടൂറിന് അയച്ചു കൊടുക്കുകയാണ്. ബാപ്പ കൂടെയുണ്ടോ? ഉമ്മ കൂടെയുണ്ടോ? അത് ചിന്തിക്കാൻ നമ്മുടെ സമുദായം വളരുന്നുണ്ടോ? പറഞ്ഞാറങ്ങ് അയച്ചു കൊടുക്കുകയല്ലേ ബാപ്പയും ഉമ്മയും? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എവിടെ പോയി നമ്മുടെ മതബോധം? നമുക്ക് പരിഷ്കാരമാണ്, നമുക്ക് ഫാഷനാണ്. മരിക്കണമെന്ന ചിന്തയില്ല, എന്റെ കുട്ടി എന്താകണമെന്ന ചിന്തയില്ല. ഞാൻ പിന്നീട് ഇൻഷാ അല്ലാഹ് അതിലേക്ക് പിന്നീട് കടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. നല്ല കൂട്ടുകെട്ട്, തഖ്വയുള്ളവരുടെ കൂട്ടുകെട്ട് വേണം.
അതിന് നിങ്ങൾ നല്ല കൂട്ടുകെട്ടുള്ളവരുടെ കൂടെ പറഞ്ഞയച്ചു കൊടുക്കണം. ഒരു കുട്ടി SBS പ്രവർത്തിക്കുകയാണ്, SSF പ്രവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞാൽ തഖ്വയുള്ള ആലിമീങ്ങളുടെ കൂടെ കൂട്ടുകെട്ടാനല്ലേ പറഞ്ഞേക്കുന്നത്? അത് നല്ലതല്ലേ? നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവേശനമല്ലേ? അത് മുടക്കാൻ നടക്കുന്ന എത്ര ആളുകളുണ്ട്? അല്ലാഹു നന്നാക്കട്ടെ. നന്മയുള്ള വിഷയങ്ങളിലേക്ക് കുട്ടികളെ കൂട്ടുകെട്ടിന് വേണ്ടി ശ്രദ്ധിക്കണം. എന്നാൽ സംഘടനാ പ്രവർത്തനമാണെന്ന് പറഞ്ഞ് തെറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ സംഘടനയുടെ പേര് എന്തായിരുന്നാലും തെറ്റിന്റെ കൂട്ടുകെട്ടിന് അനുവദിച്ചുകൂടാ. കൂട്ടുകെട്ട് നന്നാകണം, തഖ്വയുള്ളവരാകണം. തഖ്വയുള്ള കൂട്ടുകെട്ടുമായി നമ്മുടെ ചെറിയ കുട്ടികളെ തന്നെ വളർത്താൻ നോക്കണം. അതോടുകൂടെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നു, വലാ യുഅബിദഹു തനഉം, കുട്ടികളെ ചെറുപ്പത്തിലെ സുഖിപ്പിച്ച് പഠിപ്പിക്കരുത്. കുട്ടികളെ ചെറുപ്പത്തിലെ സുഖിപ്പിച്ച് പഠിപ്പിച്ചാൽ അവൻ എന്നും സുഖത്തിന്റെയും ആഡംബരത്തിന്റെയും വക്താവായി മാറിപ്പോകും. വലാ യുഹദ്ദു ഇലൈഹി സീനത വറഫാഹിയ, കുട്ടികൾക്ക് മുന്തിയ കുപ്പായം, മുന്തിയ വാച്ച്, മുന്തിയ തുണി, മുന്തിയത്, അങ്ങനെയുള്ള ചിന്ത വളർത്തരുത്. അങ്ങനെ വളർന്നാൽ അവൻ മുന്തിയത് മാത്രം കിട്ടിയാലേ അടങ്ങുള്ളൂ എന്ന നിലക്ക് വരും. അങ്ങനെ വരുമ്പോ അവന് തൽക്കാലം അത്തരത്തിലുള്ളത് കിട്ടിയില്ലെങ്കിൽ അവൻ മറ്റൊരാളത് കട്ടെടുക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ കള്ളനാകും, ചിലപ്പോൾ മറ്റൊരാളത് അനധികൃതമായി കൈയടക്കാൻ നോക്കും. അവൻ അവസാനം ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, അതോടുകൂടെ തന്നെ ഓ ജനങ്ങളെ, സ്ത്രീകളോട് പ്രത്യേകം പറയാണ്, ഹലാലായ സ്വത്ത് കഴിക്കുന്ന ഉമ്മമാരുടെ മുലപ്പാലല്ലാതെ കൊടുക്കരുത്. ഹലാലായ സ്വത്ത് കഴിക്കുന്നവരുടെ മുലപ്പാൽ കൊടുത്ത് വളർത്തണം മക്കളെ. കാരണം ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ഹറാമ് കഴിച്ച് ജീവിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ജീവിതം നന്നായി കിട്ടൽ പ്രയാസം തന്നെ. ഇത് പറയുമ്പോ നന്നായി ചിന്തിക്കണം. ഇമാം ഗസാലി തങ്ങൾ പറയും, ഫൈനൽ ലബനൽ ഹാസില മിനൽ ഹറാമി ലാ ബർക്കത ഫീ, ആദ്യം തന്നെ ഉമ്മയുടെ മുല കുടിക്കുമ്പോ മുലയിലെ പാല് തന്നെ ഹലാലാകണം എന്ന് പറഞ്ഞ രക്ഷിതാക്കളെ, നമ്മളെ ഭാര്യമാർക്ക് കൊണ്ടുകൊടുക്കുന്ന ഏത് സാധനവും ഹലാലാകണം. അവരുടെ മുലയിലുണ്ടാകുന്ന പാല് ഹറാമിലൂടെ ഉള്ളതാണെങ്കിൽ ആ പാല് കുടിച്ച് വളരുന്ന കുട്ടിയിൽ ബറക്കത്തില്ല. കുറെ കാലം കഴിഞ്ഞിട്ട് എന്റെ മകൻ ഞാൻ പറയും പോലെ കേൾക്കുന്നില്ല, എന്റെ മകൻ അതാ ഉമ്മാനി ഉപ്പാനി അനുസരിക്കുന്നില്ല ഉസ്താദേ. കുട്ടി നന്നാവും ദ്വാരക്കണം. വെറും ദ്വാരനാ പോരാ, നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം മക്കളെ വളർത്തുമ്പോ, തുടക്കം മുതലേ ശ്രദ്ധിക്കണം. പിന്നെയും ബഹുമാനപ്പെട്ടവര് പറയാണ്, ഓ മനുഷ്യ, കുട്ടികൾക്ക് കുട്ടിക്കാലത്ത് ലജ്ജയുണ്ടാകും. ആ ലജ്ജയെ നീ നിരുത്സാഹപ്പെടുത്തണ്ട. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, പെണ്ണുങ്ങൾ, അന്യ പെണ്ണുങ്ങൾ ഫോൺ എടുത്തിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത്, അന്യ ആണുങ്ങളോട് അസ്സലാം പറയും. കയറി വന്നിട്ട് അന്യ ആണുങ്ങളോട് അസ്സലാമു അലൈക്കും. എവിടുന്ന് പഠിച്ചതാണിത്? അന്യ സ്ത്രീകൾ അന്യ പുരുഷന്മാർക്ക് സലാം പറയാമോ? അതിപ്പോ ചെറിയ കുട്ടികളടക്കം പഠിച്ചു തരേനെ. അന്യപുരുഷന്മാർക്ക് സലാം ചൊല്ലിയിട്ട് പറ്റില്ല. കുട്ടികളെ ചെറുപ്പത്തിലേ തടയണം. പെൺകുട്ടികൾ അന്യപുരുഷന്മാർക്ക് സലാം ചൊല്ലി പഠിപ്പിക്കരുത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ലജ്ജയോടുകൂടെ ജീവിക്കുന്ന കുട്ടികളെ ലജ്ജയിൽ നിന്നകറ്റി നീ എന്തെങ്കിലും പുറത്തൊന്നും വരാണ്ട് ഇങ്ങനെ നാണക്കേട് കൊണ്ടിരിക്കുന്നത് ചോദിക്കും ഈ രക്ഷിതാവ് തന്നെ. എന്നിട്ട് എല്ലാ രംഗത്തും കുട്ടികളെ ഇറക്കി കുട്ടികൾ എന്നത് ചെയ്യാമെന്നില്ലാത്ത രൂപത്തിലേക്ക് വളർച്ച പാടില്ല. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നു, അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൽപ്പെട്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈമാനുള്ളവർക്ക് ലജ്ജയുണ്ടാവും. അപ്പൊ നീ ലജ്ജയെ നിരുത്സാഹപ്പെടുത്തി പെൺകുട്ടികളെയും ആൺകുട്ടികളുമൊക്കെ ഏത് രംഗത്തും ഇറങ്ങി വരാമെന്ന ചിന്തയിലേക്ക് കൊണ്ടുവരരുത്. സുബ്ഹാനല്ലാഹ്. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് വീണ്ടും പറയുന്നു, ഓ മനുഷ്യ, നീ കുട്ടികളെ വളർത്തിയെടുക്കുമ്പോ വളരെ നല്ല ഭക്ഷണങ്ങൾ കഴിച്ചു വളരെ നന്നായി തിന്നുന്ന ചില കുട്ടികളുണ്ടാകും. നന്നായിട്ട് തിന്നാൻ പ്രോത്സാഹിപ്പിക്കരുത്. അങ്ങനെയുണ്ടല്ലോ, നന്നായിട്ട് അടിച്ചു മാറുക എന്ന് പറയുന്ന അങ്ങനെയല്ല കുട്ടികളെ ശീലിപ്പിക്കേണ്ടത്. കുട്ടികളെ ഒത്ത നിലക്ക് ഭക്ഷണം കഴിപ്പിച്ച് ശീലിപ്പിക്കണം.
വളരെ നന്നായി ഭക്ഷണം കഴിച്ച് ശീലിപ്പിച്ചാൽ ആ കുട്ടികൾ പിന്നെ മടിയന്മാരാകും. അതുപോലെ തന്നെ മറ്റ് പലതിലേക്കും കടന്നുപോകും. കുട്ടികൾ വളരുന്ന സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈകൊണ്ട് തന്നെ കഴിപ്പിച്ച് പഠിപ്പിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ എന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എടുക്കുമ്പോൾ തന്നെ ചൊല്ലിക്കണം. എന്റെ ഉമ്മമാര് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇമാം ഗസാലി റഹിമഹുള്ള മക്കളെ വളർത്തുന്നതിനെ സംബന്ധിച്ച് പറയാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ തൊട്ട് മുന്നിൽ നിന്ന് തന്നെ വാരിയെടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കണം. ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റിന്റെ നടുവിൽ നിന്നെടുക്കരുത്. മറ്റൊരാളും കൂടെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ മറ്റൊരാളെ മുന്നിൽ നിന്നെടുക്കരുത്. അതുപോലെ മറ്റൊരാൾ എടുക്കുന്നതിന് മുമ്പ് വേഗം എടുത്തങ്ങ് തിന്നുകളയുക എന്നത് പഠിപ്പിക്കരുത്. നമ്മൾ ഏകദേശം കുട്ടികളെയും ബെടക്കാക്കലും അധികം ഉമ്മാരാണ്. ഇപ്പൊ 2-3 നാൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ നല്ലത് നോക്കിയിട്ട് ഒരു കുട്ടി എടുത്തങ്ങ് തിന്നിട്ട് ഞാൻ അവനോട് കണ്ട് തീർത്തെടുത്തങ്ങ് തിന്ന്, അങ്ങനെയാണ് ആ മിടുക്കന്മാര് എന്ന് പറഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് അങ്ങനെയാ തോന്നുക. എവിടെ ഇരുന്നാലും ആദ്യം ഞാൻ നല്ലൊക്കെ പൊരിച്ച മീൻ ആദ്യം എടുത്തങ്ങ് തിന്നളിയാ. അങ്ങനെ പഠിപ്പിക്കരുത് കുട്ടികളെ. കുട്ടികൾക്ക് വളരെ മോശമാണെന്ന് പറഞ്ഞു കൊടുക്കണം. നാം ഗസാലി റഹിമഹുള്ള പറയാണ്, ഇതുപോലെ ഭക്ഷണത്തിലേക്ക് നോക്കി നിൽക്കരുത് കുട്ടികൾ. അപ്പൊ കുട്ടികൾ ഇങ്ങോട്ട് പിടിച്ചാളണം ഉമ്മാര്. ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം കഴിക്കുന്ന ആളെങ്ങനെ നോക്കിക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം തന്നെ നോക്കി നിൽക്കുന്നു. അപ്പൊ കുട്ടികളെ എന്താണ് എടുക്കുന്നത്, അങ്ങോട്ട് പോയിക്കോ. കുട്ടികൾ അവിടുന്ന് മാറ്റിക്കളയണം. ഭക്ഷണം കഴിക്കുന്നവരെ നോക്കി നിൽക്കാൻ സമ്മതിക്കരുത്. ഭക്ഷണം തന്നെയും നോക്കാൻ വേണ്ടി അവസരം കൊടുക്കരുത്. ഭക്ഷണം അവരെ മുമ്പിലെത്തി കഴിച്ചോട്ടെ, നേരെ പറ്റി ഇങ്ങനെ നോക്കിക്കാനുള്ള അവസരം കൊടുക്കരുത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഉളരി തിന്നാൻ അവസരം കൊടുക്കരുത്. കുട്ടികളോട് മെല്ലെ നന്നായിട്ട് നല്ല നിലക്ക് തിന്നാൻ പറയാം. ഇതുപോലെ ബഹുമാനപ്പെട്ടവർ പറയാം, വളരെ പെട്ടെന്ന് തിന്നു തീർത്ത് സ്പീഡിൽ തിന്നു തീർത്ത് അങ്ങനെയായിരുന്നു. തീരെ മെല്ലെ അതുകൊണ്ട് നേരം വെളുപ്പിക്കുന്ന പോലത്തെ അങ്ങനെയായിരുന്നു. അതോടുകൂടെ തന്നെ കൈയും വസ്ത്രവും മൂക്കും തലയും ഒട്ടാകെ ചോറ് വെച്ച് നോക്കുമ്പോ ഒട്ടാകെ പറ്റിയിരിക്കുന്നു. അങ്ങനെ കുട്ടികളെ നടപ്പാക്കരുത്. കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോ കൈന്റെ വിരലുകൊണ്ടെടുത്ത് തൊള്ളയിലിട്ട് കഴിച്ച് വേറെ എവിടെയും മുഷിയാതെ പിറളാത്ത രൂപത്തിൽ കുട്ടിക്കാലത്തെ അവരെ പരിചയപ്പെടുത്തണം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി ഓരോ കാര്യങ്ങളും പറയാം. ചിലപ്പോൾ നല്ല കറി ഇല്ലാത്ത പത്തിരി കൊടുക്കണം. ഇമാം ഗസാലി പറയാം, നല്ല കറി ഇല്ലാത്ത പത്തിരി കൊടുക്കണം മക്കൾക്ക്. അതെന്തിനാ മഹാനവറുകൾ പറയാ, കറി ഇല്ലെങ്കിലും പത്തിരി നിന്ന് പരിചയപ്പെടണം. ചിലപ്പോ എയർപോർട്ടിൽ നിന്നൊന്നും കിട്ടൂല. ചിലപ്പോ ഹജ്ജിന് വേണ്ടി പോകുമ്പോ ക്യാമ്പിന്ന് ഗുൽമാലുണ്ടാക്കും. ഹജ്ജിന് പോയാൽ അവിടുന്ന് ക്ഷമിക്കാൻ കഴിയൂല. കാരണം നല്ല രുചിയുള്ള ഭക്ഷണം കഴിച്ച് പഠിച്ചാല് അത് പറ്റൂല. ഇടക്കൊക്കെ കറിയും കൂട്ടാനൊന്നും ഇല്ലാതെയും കഴിച്ച് പഠിപ്പിക്കണം എന്നാ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നു. പിന്നെയും ബഹുമാനപ്പെട്ടവർ പറയാണ്, അതാ നന്നായിട്ട് തിന്നുമ്പോ തിന്നുന്നവരെ പ്രോത്സാഹിപ്പിക്കരുത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് പറയണം, ഈ അമിതമായ തീറ്റി ഉണ്ടല്ലോ അത് മൂരിന്റെ തീറ്റിയാ. കാള തിന്നുന്ന പോലെ പശു തിന്നും പോലെ തീറ്റിയോട് തീറ്റി അങ്ങനെ തിന്നരുത് എന്ന് പഠിപ്പിക്കണം. പിന്നെയും ബഹുമാനപ്പെട്ടവർ പറയാണ്, കൂടുതൽ തിന്നുന്ന ആളുകളെ കുട്ടികളെ മുന്നിൽ വെച്ച് പേര് പറയാതെ ആക്ഷേപിച്ച് സംസാരിക്കണം. അപ്പൊ ഈ കുട്ടിക്ക് ഇങ്ങനെ തോന്നും, അങ്ങനെ അധികം തിന്ന് മോശമാണ് എന്ന ധാരണ കുട്ടിയുടെ മനസ്സിൽ വളരും. പിന്നെയും പറയാണ്, കുറഞ്ഞ ഭക്ഷണം കൊണ്ട് മതിയാക്കി ശീലിപ്പിക്കണം. അതുപോലെ വെളുത്ത വസ്ത്രം ധരിക്കാൻ കുട്ടിക്ക് താല്പര്യമുണ്ടാക്കണം. കളറുള്ളത് മാത്രം ധരിക്കാനുള്ള താല്പര്യമുണ്ടാക്കരുത്. ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ, ഇപ്പോൾ കുട്ടികളുടെ പെൺകുട്ടികളൊക്കെ വസ്ത്രങ്ങൾ ഏകദേശവും ശറഇൽ വിരോധിക്കപ്പെട്ടതാണ്. ശരീരത്തിന്റെ തുടിപ്പുകൾ കാണുന്ന വിധത്തിൽ ഫിറ്റായ വസ്ത്രങ്ങൾ ധരിക്കുന്നത് വിരോധിക്കപ്പെട്ടതാണ്. അതിന് പ്രചോദനം നൽകുന്നതിന് പകരം നീ അങ്ങനെ ധരിച്ചാൽ മറ്റുള്ളവർ നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ എടുത്തു പിടിച്ചിട്ട് മറ്റുള്ളവർ നോക്കുകയില്ലേ, അത് വളരെ മോശമല്ലേ എന്ന് പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തണം. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നു, പുരുഷന്മാരെ ഡ്രസ്സ് പെൺകുട്ടികൾക്ക് ധരിക്കണമെന്ന് തോന്നിയാൽ, പെൺകുട്ടികളെ ഡ്രസ്സ് പുരുഷന്മാർക്ക് ധരിക്കണമെന്ന് തോന്നിയാൽ അപ്പോഴവരോട് പറയണം, അതൊക്കെ വളരെ മോശം. ആൺകുട്ടികളെ പോലെ വളരെ മോശം. പെൺകൂസനാകാനടാ നീ, വളരെ മോശം. ഇങ്ങനെ കുട്ടികളെ നിരുത്സാഹപ്പെടുത്തി പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, മുന്തിയ വസ്ത്രങ്ങളും മുന്തിയ സാധനങ്ങളും വേണമെന്ന ചിന്ത കുട്ടികളെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ നിങ്ങളുടെ സംസാരത്തിൽ ശ്രദ്ധിക്കണം. പിന്നെയും കുറെ പറഞ്ഞിട്ട് പറയാണ്, കുട്ടി വളരുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ പോയാൽ നിങ്ങൾ അതൊന്നും കുട്ടികളുടെ കുഞ്ഞുങ്ങളല്ലേ,
എന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങ് വിട്ടാൽ ഈ കുട്ടികൾ കുറച്ചു കാലം കഴിയുമ്പോൾ പച്ച കള്ളം പറയുന്നവരായി മാറും. കാരണം അവൻ വിചാരിച്ച പോലത്തെ കിട്ടാൻ വേണ്ടി കള്ളം പറയും. ചിലപ്പോ ചില കുട്ടികളുണ്ട് ബസ് കയറിയിട്ട് പൈസ കൊടുക്കാണ്ടെങ്കിൽ വരും, മടങ്ങി വന്നിട്ട് ഉമ്മാനോട് പറയും ഞാൻ ഇന്ന് ബസ് കയറിയിട്ട് പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ ഉമ്മ നേരാ തരക്കേടില്ല നീ. അപ്പൊ ഈ കുട്ടിക്ക് തോന്നും നാളെയും കൊടുക്കാണ്ട് ഒപ്പിക്കണം, വേണമെങ്കിൽ ഏതെങ്കിലും മസാല പറയുന്ന വൈകാരുണ്ടാവും, കൊടുത്തില്ല കുഴപ്പമില്ല എന്ന് പറയാൻ. ഇന്നാലില്ലാരും എന്നാലും ഈ കുട്ടി കള്ളനായി വളരും, ചതിയനായി വളരും. അത് വളർന്നതിന്റെ ഉത്തരവാദി തരക്കേടില്ലല്ലോ എന്ന് പറഞ്ഞ ഉമ്മയാ. നേരെ മറിച്ച് ആ ഉമ്മ അപ്പൊ തന്നെ ബസ്സിൽ കയറി പൈസ കൊടുത്തില്ലാന്നോ, സുബ്ഹാനല്ലാഹ്, എന്റെ മോനോ എന്റെ ഉപ്പാനെ പറയിക്കേ, എന്നെ പറയിക്കേ, എന്ത് പണിയാണ് നീ എടുത്തത്? ആ ബസ്സിന്റെ പേരെനിക്കറിയാവോ, എന്റെ കണ്ടക്ടർ അറിയാവോ, അത് കൊടുക്കണം നീ. ഇനി മേലൊരു കാലത്തും ചെയ്തു പോരുത് കേട്ടോ. പഠിച്ചവനെ ചതിച്ചിട്ട് വന്നോ, എന്റെ പോക്കിന് വർക്കത്തുണ്ടാവോ, എന്റെ ഇൽമിന് വർക്കത്തുണ്ടാവോ, എന്റെ ജീവിതത്തിന് വർക്കത്തുണ്ടാവോ? നീ കുട്ടിക്കാലത്ത് ചതിച്ചിട്ടാണ് എടാ പഠിക്കുന്നത്. അതിന്റെ ഗൗരവം കേട്ടിട്ട് വേണം ആ കുട്ടി ഇനി മേലിൽ ഒരു മനുഷ്യനെ ഞാൻ ചതിക്കുകയില്ല എന്നാ കുട്ടിക്ക് ധരിക്കാൻ. നേരെ മറിച്ച് ആള് തരക്കേടില്ല, പിന്നെ വരുമ്പോ എല്ലാരോടും വേണേ പറയൂ എന്റെ അടുത്ത ഇവനുണ്ടല്ലോ ഭയങ്കര വികൃതിയാണ്, ഭയങ്കര ബളവനുമാണ്, ഇന്ന് ബസ്സുകാരിന് പൈസ കൊടുക്കാനെങ്കിൽ മതി എന്നായി എന്ന് പറഞ്ഞാൽ ഇവന് തോന്നും അങ്ങനെ തന്നെയാ വേണ്ടത്. ബാക്കിയുള്ള കുട്ടികൾക്കും തോന്നും അങ്ങനെയാ വേണ്ടത്. മുഴുവൻ കുട്ടികളും കള്ളന്മാരാവും. അതാ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറഞ്ഞു ഖദ്ദാബൻ ഹസൂദൻ. ഇതുപോലെ ചിലരുണ്ടാവും വേറൊരുത്തരോട് അസൂയായിട്ട് ഓരോന്ന് പറയും. ഒരാള് നമ്മളെ പുരേന്റെ നേരെ അപ്പുറത്തെ പുരയിൽ അയാള് അടുത്തത് ദുബായി പോയതാ. പെട്ടെന്ന് വന്ന് നോക്കുമ്പോ അയാൾക്ക് ഭയങ്കര കാറ്, ഭയങ്കര ബിൽഡിങ്, ഭയങ്കര ഉഷാറ്. അപ്പൊ വാപ്പയും ഉമ്മയും കുത്തിട്ട് ഇങ്ങനെ മോനെ എവിടുന്നോ കാട്ടുണ്ടോന്ന് ആയിരിക്കും, അല്ലേ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും അസൂയോട്ട് ഇങ്ങനെ പറയാ. വേണ്ടതുപോലെ ചിന്തിച്ചില്ലെങ്കിൽ സറൂഖൻ, നിങ്ങളെ മക്കൾ കള്ളന്മാരാവും കേട്ടോ. സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒരു കുട്ടി പറയാ ഞാന് പീടിയെന്ന് ആ ചങ്ങായി അങ്ങോട്ട് നോക്കുമ്പോ മെല്ലെ ഭരണി ഒരു മുട്ടായി എടുത്ത് അത് ഉമ്മാനോടാ വന്ന് പറയുന്നത്. അപ്പൊ ഉമ്മ നേരാ ഇപ്പൊ കണ്ടിട്ടുണ്ട്, ആരും കണ്ടിട്ടില്ല അവിടെ ഞാള് തിരക്കിടില്ലല്ലോ എന്ന് പറഞ്ഞാൽ നാളെ 2 മുട്ടായി കക്കാൻ നോക്കും. ആ കുട്ടി കള്ളനായി മാറും. പിന്നെ നീ നിന്റെ മകനെ കാണാൻ നീ ജയിലിൽ പോകേണ്ടി വരും. അതാ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയും സറൂഖൻ, കള്ളനായി വളരും കുട്ടികൾ. നമ്മാമൻ, ഏഷണിക്കാരനായി വളരും കുട്ടികൾ. കാരണം നിന്റെ മനസ്സങ്ങനെയാണ്, എന്റെ മക്കളുണ്ടാവും അങ്ങനെ തന്നെ. ഏഷണിയും ഭീഷണിയായിട്ട് പോകുമ്പോ മക്കളും ഇങ്ങനെ ഏഷണിയും ഭീഷണിയായിട്ട് അങ്ങനെ നടന്നു പോകും. അങ്ങനെ നീ വളരെ മോശമായ കാര്യങ്ങൾ നാവ് കൊണ്ട് പറഞ്ഞ് ചിരിപ്പിക്കാൻ തുടങ്ങിയാൽ നിന്റെ മക്കളും അതേ രൂപത്തിലാകും. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വിശദമായി കുട്ടികളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു മക്കളെ, നിങ്ങളെ സ്വന്തം മക്കളെ കൃത്യമായി നിങ്ങൾ മദ്രസയിലെത്തിക്കണം, നിങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്ന ഉസ്താദിനടുക്കലെത്തിക്കണം, ടീച്ചർമാരുടെ അടുക്കലെത്തിക്കണം, അവരെ കുറിച്ച് നല്ല മതിപ്പുണ്ടാക്കണം. ഉസ്താദ് വളരെ മോശമാണെങ്കിലും കുട്ടിയുടെ മുന്നിൽ വെച്ച് ഉസ്താദിന്റെ കുറ്റം പറയരുത്. ആ ഉസ്താദിനെ സ്വകാര്യം വിളിച്ചു വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, കമ്മിറ്റിക്കാരെ വിളിച്ചു പറഞ്ഞിട്ട് വേണമെങ്കിൽ അയാളെ മാറ്റാം. പക്ഷേ ഉസ്താദിന്റെ കുറ്റം കുട്ടിയുടെ മുന്നിൽ വെച്ച് മിണ്ടിപ്പോകരുത്, ടീച്ചറുടെ കുറ്റം കുട്ടിയുടെ മുന്നിൽ വെച്ച് മിണ്ടിപ്പോകരുത്. നിങ്ങളെ കുട്ടി അതോടുകൂടെ തകർന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എത്ര തെറ്റ് ചെയ്ത ഗുരുനാഥനാണെങ്കിലും ഗുരുനാഥന്റെ കുറ്റം കുട്ടിയുടെ മുന്നിൽ വെച്ച് പറയരുത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ ഒരു കുട്ടീനെ ഒരു ടീച്ചർ അടിച്ചിട്ട് കൈയിന്റെ വിരൽ പൊട്ടിയിട്ട് ആ കൈ കൊണ്ട് എഴുതാൻ കഴിയുന്നില്ല. എന്നോട് പറഞ്ഞു ഇങ്ങനെ കുട്ടിയുടെ കൈ അടിച്ചിട്ട് പൊട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആ കിട്ടിയത് പോരാ, ഇനിയും കിട്ടണോ? കാരണം വെറുതെ എന്തായാലും അടിക്കൂല, എന്തെങ്കിലും ഒരു വികൃതി കളിച്ചിട്ട് അടിച്ചായിരുന്നു, അതുകൊണ്ട് കിട്ടണം ഇനിയും തന്നെ അവന്റെ മുമ്പ്. അങ്ങനെ പറയാവൂ, ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, അങ്ങനെ പറയാവൂ. നേരെ മറിച്ച് ചില ആൾക്കാരുണ്ട്, എന്റെ മോന്റെ കൈ നോക്കട്ടെ, പഠിച്ചോനെ ഇങ്ങനെ അടിച്ചു അയാള് എന്ന് ചോദിച്ചിട്ട് ഇയാൾ ബാളു എടുത്തിറങ്ങാൻ പോയാൽ ഈ കുട്ടി ഒരു കാലത്തും നന്നാവൂല. നേരെ മറിച്ച് ക്ഷമിക്കണം. അവിടെ ആ ഗുരുനാഥൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗുരുനാഥനെ സ്വകാര്യം വിളിച്ച് ഉപദേശിക്കുകയോ നിർദ്ദേശിക്കുകയോ അതിന്റെ
ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവര് മുഖേന നടപടി സ്വീകരിക്കുകയല്ലാതെ ഒരിക്കലും കുട്ടിയുടെ മുന്നിൽ വെച്ച് ഒരു ഗുരുനാഥനെയും കുറ്റം പറയരുത്. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നു, നന്നായി ഖുർആൻ പഠിപ്പിക്കണം, വഹദീസുൽ അഖ്ബാരി അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ പഠിപ്പിക്കണം, വഹികായാത്തുൽ അബ്റാരി നല്ല മഹാന്മാരെ ചരിത്രം പറഞ്ഞു കൊടുക്കണം, മഹാന്മാരെ ചരിത്രം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, വഅഹ്വാലുഹും മഹാന്മാരുടെ സ്വഭാവ സ്ഥിതിവിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, ഉമ്മയുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി ഉമ്മക്ക് പാല് കൊണ്ടുവന്ന് വെച്ച് നേരം വെളുക്കുന്നത് വരെ ഉമ്മ ഉറങ്ങിക്കിടക്കുമ്പോ നേരം വെളുക്കുന്നവരെ ഉമ്മനെയും കാത്ത് പാലും കയ്യിൽ പിടിച്ച് സുബഹിയായി പോയ മഹാന്മാരില്ലേ? ഓ സഹോദരന്മാരെ, മഹാന്മാരെ ചരിത്രം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, സജ്ജനങ്ങളോടുള്ള സ്നേഹം, ഔലിയാക്കളോടുള്ള സ്നേഹം, ആലിമീങ്ങളോടുള്ള സ്നേഹം കുട്ടികളെ മനസ്സിൽ കുട്ടിക്കാലത്ത് തന്നെ വളർന്നു വരണം. നമ്മൾ തന്നെ കുട്ടികളെ മുമ്പ് ആലിമീങ്ങളെ കുറ്റം പറയാൻ തുടങ്ങിയാലോ കുട്ടിക്ക് ഇൽമിനോട് ഒരു ബഹുമാനം ഉണ്ടാവില്ല, ആലിമീങ്ങളോട് ബഹുമാനം ഉണ്ടാവില്ല, അപ്പൊ പിന്നെ പള്ളിയോട് ബഹുമാനം ഉണ്ടാവില്ല, അപ്പൊ പിന്നെ ദീനിനോട് ബഹുമാനം ഉണ്ടാവില്ല, അള്ളാന്റെ റസൂലിനോട് വരെ ബഹുമാനം ഇല്ലാതെയായി പോവും. ആലിമീങ്ങളെ കുറ്റം മക്കളെ മുന്നെന്ന് പറഞ്ഞാൽ ഒരിക്കലും ആലിമീങ്ങളെ കുറ്റം പറയരുത്, ഇൽമിന്റെ കുറ്റം പറയരുത്. ബഹുമാനപ്പെട്ടവർ പറയാണ്, നല്ല നല്ല പദ്യങ്ങൾ പഠിപ്പിക്കണം. അതുപോലെ കുടുംബത്തിന്റെ മുന്നിൽ നല്ല നിലക്ക് ജീവിക്കാൻ പഠിപ്പിക്കണം. ഓരോന്നിങ്ങനെ വിശദീകരിച്ചിട്ട് മഹാനവറുകൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, നല്ല കാര്യം ഒരു കുട്ടി ചെയ്താൽ പ്രോത്സാഹിപ്പിക്കണം. നല്ല കാര്യം ചെയ്താൽ യാസീൻ കാണാതെ പഠിച്ചാൽ യാസീൻ ഒറ്റ തെറ്റുമില്ലാതെ ഓതി എനിക്ക് ഞാൻ പ്രത്യേകം 5 പൈസ തരൂ, തന്നെ 5 പൈസ മതി, അല്ലെ 10 പൈസ, അല്ലെ 25 പൈസ, 25 പൈസ കൊടുത്താലും തിരക്കില്ല. പക്ഷേ ആ കൊടുക്കുന്ന പൈസ കൊണ്ടുപോയിട്ട് സിനിമ മാസിക വാങ്ങാതിരിക്കാൻ വേണ്ടി അത് ഉമ്മാനോട് തന്നെ വാങ്ങിയോട് വെക്കാനും പറയണം. പിന്നെ കൊടുക്കാൻ നമുക്ക് പൈസ കൈ കൊടുത്താൽ കുട്ടികൾ ചിരി, അതിന് അവസരം ഉണ്ടാക്കില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് നല്ലൊരു സമ്മാനം വേണമെങ്കിൽ കുറച്ച് ഫ്രൂട്ട് വാങ്ങിക്കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് കൊണ്ട് കൊടുക്കുക, ആ കുട്ടിയുടെ സമ്മാനം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ നല്ലത് ചെയ്താൽ പ്രോത്സാഹിപ്പിക്കണം, എവിടെയും പ്രോത്സാഹിപ്പിക്കണം. മോശമായതൊന്നും ചെയ്യാത്തൊരു നല്ല കുട്ടി എപ്പോഴെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയാലോ അപ്പൊ അവരെ അടച്ച് ആക്ഷേപിക്കരുത്. നല്ലത് ചെയ്യുന്ന ഒരു കുട്ടി തന്നെ സാധാരണ എപ്പോഴും കൃത്യമായിട്ട് മദ്രസയിൽ പോകുന്ന ഒരു കുട്ടി എന്തോ ഒരു കാരണത്തെ ഒരു ദിവസം പഠിച്ചാൽ വരുന്നവരൊക്കെ മുമ്പിൽ ഈ കുട്ടിയെ ആക്ഷേപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. മറിച്ച് ആ കുട്ടി ഒരു ദിവസം വന്നൊരബദ്ധം, ആ അബദ്ധത്തിന് അടച്ച് ആക്ഷേപിക്കരുത്. കാര്യമായിട്ടൊരു കാര്യം ഉമ്മമാരോട് പറയാണ്, ഒരു കുട്ടിയുടെ ഒരു തെറ്റ് ചെയ്താൽ വിളിച്ച് കാര്യം വിളിച്ച് ഉപദേശിച്ച് തന്നാൽ മറ്റുള്ളവരെ മുമ്പിൽ വെച്ച് കുറവാക്കരുത്. കുട്ടികളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കുറവാക്കിയാൽ ചെറിയ മനസ്സാണ്, മനസ്സ് വിഷമിക്കും, അതിന്റെ ദൂഷ്യഫലം നമ്മൾ പിന്നെ അനുഭവിക്കേണ്ടി വരും. മറ്റുള്ളവരെ മുന്നിൽ വെച്ച് കുട്ടികളെ കുറവാക്കരുത്. അതോടുകൂടെ തന്നെ കുട്ടികളെ വേണ്ടാത്ത കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ സംസാരിക്കണം. ചില ഉമ്മാരുണ്ട്, ഇവൻ ഭയങ്കര കുരുത്തക്കാട് അവസ്ഥയാണ്, അപ്പൊ ഈ കുട്ടിക്ക് തോന്നും നല്ലോണം ഇനിയും കളിക്കണോന്ന്. കാരണം വലിയ ഉഷാറായിട്ട് പറയുന്നുണ്ടല്ലോ, വികൃതി ഉണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു നടക്കണ്ട, അത് പ്രോത്സാഹിപ്പിക്കലായിട്ട്. അതുകൊണ്ട് അത് പറയണ്ട. ഒന്നുകൂടി പറയട്ടെ, ചിലരുണ്ട് മകനൊരു ചെറിയ തെറ്റ് ചെയ്തു, അത് ചില ഭർത്താക്കന്മാർക്കുണ്ട സൂക്കേട്, അല്ലാത്തവർക്കുണ്ട സൂക്കേട്. ഒരു തെറ്റ് ചെയ്താൽ ഒരു പ്രാവശ്യം പറഞ്ഞ് അത് ഗൗരവം കാണിച്ച് അങ്ങ് നിർത്തിക്കളയ, പിന്നെ അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കരുത്. ചില സ്ത്രീകളുണ്ട്, ഒരു തെറ്റൊരു കുട്ടി ചെയ്താല് പിന്നെ അതിങ്ങനെ നേരം വെളുത്തി പിന്നെ ഒരു 2 ആഴ്ച കേൾക്കും, പിന്നെ അത് തന്നെ പാടലായി. അത് ചില പുരുഷന്മാർക്കുണ്ടാ സ്വഭാവം. ഒരു കാര്യം വന്നാൽ ഒരു പ്രാവശ്യം പറഞ്ഞു നിർത്തിക്കളയുള്ളൂ, പിന്നെ അതിങ്ങനെ പറഞ്ഞാലോ പിന്നെ അവനിന്റെ ബാക്കിന് ഒരു വില ഉണ്ടാവില്ല. അതിങ്ങനെ എത്ര ദിവസമായി കേൾക്കുന്ന, എപ്പോഴും ഇങ്ങനെ പറയൂ, കഴിഞ്ഞതിന്റെ വില കഴിഞ്ഞു. അങ്ങനെ പറയരുത്. ഒറ്റ പ്രാവശ്യം, ഒരു പ്രാവശ്യം അതിന്റെ ഗൗരവത്തോടുകൂടെ പറഞ്ഞ് അത് നിർത്തിക്കളയണം, പിന്നെ പറയാൻ പോയാ. അപ്പൊ പിന്നെ 2ാമതൊരു പ്രാവശ്യം വരും അവന് തന്നെ അത് ഓർമ്മ ഉണ്ടാവും. നേരെ മറിച്ച് നമ്മൾ അതിങ്ങനെ കുറേ പറഞ്ഞാലോ അതിന്റെ എല്ലാ വിലയും നശിച്ചു പോകും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് സൂചിപ്പിച്ചില്ലേ. ആക്ഷേപിച്ചുകൊണ്ട് ഒരാളെയും ആക്ഷേപിച്ച് സംസാരിക്കാൻ കുട്ടികളെ വിടരുത്. നീ എന്തിനാണ് അത് നോക്കുന്നത്? നീ ചെറിയ കുട്ടിയല്ലേ, നീ എന്തിനാ ഇത്ര വലിയ ആൾക്കാരുടെ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ നിരുത്സാഹപ്പെടുത്തി കളയണം. അതുപോലെ തന്നെ ഉമ്മമാര് ശ്രദ്ധിക്കണം.
സ്വന്തം ബാപ്പയെ കുറിച്ച് നല്ല മതിപ്പുണ്ടാക്കണം മക്കൾക്ക്. ബാപ്പാന്റെ കുറ്റം മക്കളെ മുന്നെന്ന് പറയരുത്. ചില സ്ത്രീകള് മക്കളെല്ലാം ഇരുത്തിയിട്ടാ പറയാ, എന്റെ ഉപ്പ അങ്ങനെ തന്നെയല്ലേ, എന്റെ ഉപ്പാന്റെ കളി അങ്ങനെ തന്നെയല്ലേ. ഇങ്ങനെ പറഞ്ഞാൽ ഈ ബാപ്പനെ കുറിച്ച് ഈ ചെറിയ മക്കളെ മനസ്സിലുള്ള മതിപ്പ് മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. ആ മക്കളെ വളർത്താനും നന്നാക്കാനും ബാപ്പക്ക് കഴിയില്ല. ബാപ്പനെ സംബന്ധിച്ച് എപ്പോഴും ഉമ്മ നല്ല മതിപ്പുണ്ടാക്കുന്നതേ പറയാവൂ. ഇതുപോലെ ഉമ്മാനെ സംബന്ധിച്ച് ബാപ്പയും മതിപ്പുണ്ടാക്കുന്നതേ പറയാവൂ. ബാപ്പ ഉമ്മാനെ സംബന്ധിച്ച് വളരെ മോശമായ നിലക്ക് മക്കളെ മുന്നിൽ സംസാരിച്ചാൽ ഉമ്മക്ക് ഒരു വിലയും പിന്നെ മക്കൾ കൽപ്പിക്കൂല. അപ്പൊ ഉമ്മാക്ക് ഈ മക്കളെ വളർത്തിയെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നിന്റെ ഉമ്മയല്ലേ അത്, നിന്നെ പ്രസവിച്ചതാ ഉമ്മയല്ലേ, നിന്നെ പോറ്റിയതാ ഉമ്മയല്ലേ, നിന്നെ ഇതുവരെയും എല്ലാം ചെയ്ത ഉമ്മയല്ലേ. ആ ഉമ്മ പറയും പോലെ നിനക്ക് കേട്ടുവിടടാ, ആ ഉമ്മ പറഞ്ഞ നിനക്ക് അനുസരിച്ചുവിടടാ. ഈ നിലക്ക് ഉമ്മ അഥവാ പറഞ്ഞു മോശമാണെങ്കിൽ ഉമ്മാനോട് സുകാര്യം പറയണം, നീ പറഞ്ഞു മോശമായിപ്പിക്കട്ടോ, ഇനി വല്ല അങ്ങനെ പറയണ്ട. ഈ കുട്ടിന്റെ മുന്നിൽ ഉമ്മാനെ ശാസിക്കരുത്. മറിച്ച് ഈ ഉമ്മയോടുള്ള മതിപ്പ് നിലനിർത്താൻ വേണ്ടി സാധിക്കണം. ഇതുപോലെ ബാപ്പയെ സംബന്ധിച്ച് വലിയ മതിപ്പുണ്ടാക്കണം. കുട്ടികളെ കുട്ടിക്കാലത്തെ സുബഹിന്റെ സമയത്ത് തന്നെ വിളിച്ചു ഉണർത്തണം. കുട്ടിക്കാലത്ത് വിളിച്ചു ഉണർത്തിയെങ്കിൽ മാത്രമേ കുട്ടികൾ സുബഹി നിസ്കാരം കളാക്കാതെ പഠിക്കുകയുള്ളൂ. ഞാൻ നിങ്ങളോട് പറയട്ടെ, സുന്നത്ത് നിസ്കാരങ്ങളും സുന്നത്തായ അമലുകളും കുട്ടികളെ പരിചയപ്പെടുത്തണം. രാവിലെ തന്നെ ഖുർആൻ ഓതാൻ വേണ്ടി കുട്ടികൾക്ക് പ്രചോദനം നൽകണം. അല്ലാഹുവിന്റെ കലാം കൊണ്ട് തുടങ്ങട്ടെ അവന്റെ ജീവിതത്തിന്റെ തുടക്കം. രാവിലെ ഖുർആൻ ഓതിയിട്ട് തുടങ്ങട്ടെ അവന്റെ ജീവിതം. അങ്ങനെ വളരുന്ന കുട്ടിയാണ് നിനക്ക് ദുനിയാവിലും ആഖിറത്തിനും ഉപകരിക്കുന്ന കുട്ടി. ആ ബോധം എന്റെ ഉമ്മമാരെ വേണം. എന്റെ ചെറിയ മോനല്ലേ, ഞാനെങ്ങനെ വിളിക്കാ, ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കണ്ട. നിന്റെ മകനെ നരകത്തിലെ തീയിൽ രക്ഷപ്പെടുത്താനാണ് ഇത് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, 7ാമത്തെ വയസ്സിൽ തന്നെ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. പിന്നെയോ അവരെ ഭീഷണിപ്പെടുത്തി, എടാ നിസ്കരിച്ചിട്ടില്ലടാ, ഗൗരവത്തോടെ ഭീഷണിപ്പെടുത്തി നിസ്കരിപ്പിക്കണം. 10 വയസ്സായാൽ അവൻ നിസ്കരിക്കുന്നില്ലെങ്കിൽ അടിച്ച് നിസ്കരിപ്പിക്കണം. ഇതുപോലെ നോമ്പെടുത്ത് ശീലിപ്പിക്കണം. ശീലിപ്പിച്ചില്ലെങ്കിലോ അവൻ നല്ല യുവാവാകുന്ന സമയത്ത് പ്രായം ചെന്ന നിന്നെ കൊണ്ട് അവൻ പത്തിരി ചുടിച്ച്, നീ നോമ്പായിക്കും നിന്റെ മകന് നീ പത്തിരി ചുട്ടു കൊടുക്കേണ്ടി വരും. നീ അപ്പം കൈകടിക്കും. അപ്പം കൈകടിച്ചിട്ട് കാര്യമില്ല. കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളെ നോമ്പെടുത്ത് ശീലിപ്പിക്കണം. മക്കളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് കുറെ ഭൗതികമായ കാര്യങ്ങൾ ചെയ്യലല്ല. ശരിയായ സ്നേഹമുണ്ടെങ്കിൽ എന്റെ മകൻ കാലകാലം നരകത്തിൽ കിടക്കരുതെന്ന ചിന്ത വേണം ഉമ്മമാരെ. എന്റെ മകൾ കാലകാലം നരകത്തിൽ കിടക്കരുതെന്ന ചിന്ത വേണം. എന്റെ മകളിപ്പോ ഫാഷനിലും ഇറങ്ങിപ്പോകണമെന്നല്ല ചിന്തിക്കേണ്ടത്. എന്റെ മകൻ തൽക്കാലം നല്ല പരിക്കാരിയാകണമെന്നല്ല ചിന്തിക്കേണ്ടത്. എന്റെ മകൻ കാലകാലം ഇന്നുള്ള തീയുണ്ടല്ലോ നമ്മളെ കയ്യിലെത്തി, അതിന്റെ 70 ഇരട്ടി ചൂടുള്ള തീയാണ് ജഹന്നമിന്റെ തീ. ആ തീയിൽ എന്റെ മക്കൾ കാലകാലം കിടക്കരുതെന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. കുട്ടികൾ പഠിക്കുന്ന പുസ്തകങ്ങളും സ്ലേറ്റും പെൻസിലും ഒക്കെ നല്ല നിലയ്ക്ക് ശ്രദ്ധിച്ചുകൊണ്ട് അവരെ പരിചയിപ്പിക്കണം. അതിലൊന്ന് നഷ്ടപ്പെടുത്തിയാൽ എന്തുകൊണ്ട് നഷ്ടപ്പെടുത്തി എന്ന് ചോദ്യം ചെയ്യണം. അതേ, ഒരു നയാകാശ് പോലും അനാവശ്യം ചെലവഴിക്കാൻ അനുവദിക്കരുത്. അനാവശ്യമായി ചെലവഴിക്കുന്നവരെ അവരെ മുന്നിൽ വെച്ച് നമ്മൾ ആക്ഷേപിച്ച് സംസാരിക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ടവർ നീട്ടി പറഞ്ഞുകൊണ്ട് പറയാണ്, ദുന്യാവിനെ പ്രേമിക്കുന്നവനാക്കി വളർത്തരുത്. ദുന്യാവിന് വേണ്ടി എന്തും ചെയ്യുന്നവനാക്കി കുട്ടികളെ വളർത്തരുത്. പണവും പൊന്നുമൊക്കെ പാമ്പും തേളുമാണെന്ന് പഠിപ്പിക്കണം. എനിക്കെന്റെ ബാപ്പനോട് ഭയങ്കര സ്നേഹം ഇപ്പോഴും മനസ്സിലുള്ളൊരു വിഷയമുണ്ട്. നല്ല കടകടാന്ന് പറയുന്നൊരു 100ന്റെ നോട്ട് കിട്ടി എനിക്ക്. അപ്പൊ ഞാനതെടുത്തൊന്ന് ചുംബിച്ചു. എന്റെ ബാപ്പ ഇനിയൊരു ചീത്ത അറിയാൻ പറ്റില്ല. അത്ര ദുനിയാവിനെ സ്നേഹിച്ചാൻ പറ്റൂല എന്ന് പറഞ്ഞു ബാപ്പ കുറെ ഗൗരവത്തിൽ സംസാരിച്ചു എന്നോട്. അല്ലാഹു തആല അവിടുത്തെ ഖബറിനെ സന്തോഷത്തിലാക്കട്ടെ. ഒരിക്കലും ദുനിയാവിനെ പ്രേമിക്കുന്നവനാക്കി മക്കളെ വളർത്തരുത്. ദുനിയാവ് താഴ്ന്ന സാധനമാണെന്ന ചിന്ത മക്കളെ മനസ്സിൽ വളർത്തണം. മുന്തിയ ജീവിതം ആഖിറമാണെന്ന ചിന്ത വളർത്തണം. ചുരുക്കി പറയട്ടെ, ഇമാം ഗസാലി 1-2 കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. ജനങ്ങളെ മുന്നിൽ വെച്ച് കാർക്കിച്ചിട്ട് ജനങ്ങളെ മുന്നിൽ തുപ്പിയാൽ അപ്പം വിളിച്ചു പറഞ്ഞു, ഇനി മേലിൽ ജനങ്ങളെ മുന്നിൽ തുപ്പരുത്. അതുപോലെ മൂക്ക് നിങ്ങൾ ഒലിക്കുന്നുണ്ടാവും ചില കുട്ടികളെ.
ഒലിക്കുന്ന സമയത്തിന് മൂക്ക് പിടിച്ച് വൃത്തിയാക്കാൻ കുട്ടിക്കാലത്തെ പരിചയിപ്പിക്കണം. ജനങ്ങളെ മുന്നിൽ കോട്ടുവായിടുന്ന കുട്ടികൾ അപ്പൊ പറയണം, ജനങ്ങളെ മുന്നിൽ തന്നെ തുറക്കരുത്, തുറക്കാൻ നിർബന്ധമാണെങ്കിൽ തന്നെ ഇങ്ങനെ കൈവെക്കണം എന്ന് പറഞ്ഞ് കൈയിന്റെ പുറം വേണ്ടി പഠിപ്പിക്കണം. ഇതുപോലെ നീ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോ വേറൊരാളെ മുഖത്തിന്റെ നേരെ നീ പോയിട്ട് നിന്റെ മലദ്വാരത്തിന്റെ ഭാഗമാകുന്ന രൂപത്തിൽ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യരുത് എന്ന് പഠിപ്പിക്കണം. അതുപോലെ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നു, മറ്റൊരാളുടെ തലയുടെ നേരെ നിന്റെ കാല് നീട്ടരുത് എന്ന് പഠിപ്പിക്കണം. മറ്റൊരാളുടെ തലയുടെ നേരെ നിന്റെ കാല് നീട്ടരുത് എന്ന് കുട്ടികളെ പഠിപ്പിക്കണം. താടിക്ക് കൈ കൊടുക്കരുത് എന്ന് പഠിപ്പിക്കണം. ഗസാലി ഇമാം റഹിമഹുല്ലാഹ് പറയാൻ, താടിക്ക് കൈ കൊടുക്കരുത് എന്ന് കുട്ടികളെ പഠിപ്പിക്കണം. കുട്ടികൾ മടിയന്മാരായി ഉറക്കന്മാരായിട്ട് വളരും ഈ താടിക്ക് കൈ കൊടുത്ത് ചെറുപ്പത്തിലെ പഠിച്ചാൽ. അതുകൊണ്ട് താടിക്ക് കൈ കൊടുക്കരുത് എന്ന് പഠിപ്പിക്കണം. ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഇരിക്കുന്ന സമയത്ത് വലിയവരിയ്ക്കുമ്പോ അവിടെ പോയി നീ ഇരിക്കരുത്, വലിയവർ നിൽക്കുന്ന സദസ്സിൽ പോയിട്ട് നീ സംസാരിക്കരുത്, നീ ഇങ്ങോട്ടൊരു ആവശ്യം വരാതെ അങ്ങോട്ട് സംസാരം തുടങ്ങരുത്, വെറുതെ സംസാരം തുടങ്ങരുത്, ആവശ്യം വരുമ്പോഴേ സംസാരിക്കാവൂ, ചോദിച്ചതിന്റെ മറുപടിയെ പറയാവൂ. ഫീസില്ലാതെ ഹാജരാകുന്ന വക്കീലിന്റെ മാതിരി നീ ഹാജരാകരുത് വിഷയത്തിൽ. കുട്ടികളെ ഓരോന്നും ചെറുപ്പത്തിനെ വളർത്തി പഠിപ്പിക്കണം. അനാവശ്യം സംസാരിക്കുന്നത് നിർത്തിക്കണം. കൂടുതൽ സംസാരിക്കുന്നത് ദുഷ്ടന്മാരുടെ സ്വഭാവമാണെന്ന് പഠിപ്പിക്കണം. ചിലരുണ്ടല്ലേ എപ്പോഴും ഇങ്ങനെ സർവറാൻ സംസാരിക്കും, ദുഷ്ടന്മാരുടെ സ്വഭാവമാണ്. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയും, ആവശ്യമുള്ളത് സംസാരിക്കുക, ആവശ്യമില്ലാത്ത സംസാരിക്കാതിരിക്കുക. അതാണ്. പിന്നെ മഹാനവറുകൾ പറയാണ്, സത്യമായാലും കളവായാലും സത്യം ചെയ്യാൻ അനുവദിക്കരുത്. ചില കുട്ടികൾ തോട്ടനൊക്കെ മതാക്കര പള്ളിയാ പ്രശ്നം, നാദാവറ്റ പള്ളിയാണ് എന്നൊക്കെ പറഞ്ഞു പഠിക്കുന്ന ചില കുട്ടികളുണ്ട്. അങ്ങനെ സത്യം ചെയ്യാൻ പാടില്ല, തെറ്റാണ്. അതിന്റെ പുറമേ വല്ലാഹി സത്യം എന്ന സത്യവും സത്യം പറയുന്ന നിലക്ക് തന്നെയും കുട്ടികളെ സത്യം ചെയ്യാൻ അനുവദിക്കരുത്. എന്തിനാടാ നീ ഇപ്പൊ സത്യം ചെയ്തതിന്റെ ആവശ്യത്തിനാണ്? എന്താ അവിടെ സത്യം ചെയ്യേണ്ട ആവശ്യം? സത്യം എന്ന് പറയുന്നത് കാണുന്നതിനൊക്കെ ചെയ്യാനുള്ളതാണോ എന്ന് പറഞ്ഞ് സത്യം ചെയ്യുന്നതിൽ നിന്ന് സാദിഖൻ തടയണമെന്ന് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയും. കാരണം കുട്ടിക്കാലത്ത് ഇങ്ങനെ സത്യം ചെയ്ത് പഠിക്കരുത്, കളവ് പറഞ്ഞ് പഠിക്കരുത്. ഇങ്ങനെ ഓരോ വിഷയങ്ങളും ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചുകൊണ്ട് പറയുന്നു. മദ്രസയിലേക്ക് പോകുമ്പോ, അതുപോലെ മറ്റു പള്ളിയിലേക്ക് പോകുമ്പോക്കെ കഴിയുന്നതും അവരുടെ കാലിൽ തന്നെ നടത്തി പറഞ്ഞേക്കാൻ നോക്കണം. വളരെ ദൂരെയാണെങ്കിൽ നേഴ്സറിന്റെ വണ്ടി വരാൻ പാടില്ല എന്നർത്ഥമില്ല, കുറച്ചൊക്കെ നടത്തി പഠിക്കണം. ഇല്ലെങ്കിൽ കുട്ടികൾ തീരെ മടിയന്മാരായി പോകും. അങ്ങനെ കുട്ടികൾ നടക്കണം. കുട്ടികൾ വളരുമ്പോൾ നല്ല നിലക്ക് വളരണം. അങ്ങനെ വളർന്ന കുട്ടികളെ കൊണ്ട് പിൽക്കാലത്ത് വലിയ ഫലം ചെയ്യും. എപ്പോഴും വൃത്തിയോടെ ജീവിക്കാൻ വേണ്ടി അവർക്ക് പ്രചോദനം നൽകണം. ഷർട്ടും തുണിയൊക്കെ മുഷിഞ്ഞിട്ടല്ല വേണ്ടത്. എപ്പോഴും പല്ല് തേക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഭക്ഷണം കഴിച്ചാൽ കൈ കഴുകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഉറങ്ങുന്ന സമയത്ത് പല്ല് തേക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ പല്ല് തേച്ചിട്ടേ ഉറങ്ങാവൂ എന്ന് നിർബന്ധിക്കണം. കഴിയുന്നതും ഒതുവെടുത്തിട്ട് ഉറങ്ങാൻ വേണ്ടി പ്രചോദനം നൽകണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത കുട്ടികളെ മനസ്സിൽ വളർത്തണം. തെറ്റുകളിൽ നിന്ന് കുട്ടികളെ അകറ്റണം. ആ നിലക്ക് നല്ല ജീവിതം നയിച്ചുകൊണ്ട് കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നാൽ കുട്ടികൾ നല്ല സ്വഭാവത്തോടെ വളരുന്നു. അങ്ങനെ വളർന്നൊരു ഉന്നതമായ സ്ഥാനത്ത് അവന്റെ യുവത്വകാലത്ത് തന്നെ എത്തിയാൽ അവൻ യുവത്വത്തിൽ മരിക്കട്ടെ, പിന്നീട് മരിക്കട്ടെ, ജീവിതം ആഖിറം വിജയിക്കുന്നു. അത് മുഖേന ബാപ്പയും ചിലപ്പോൾ രക്ഷപ്പെടുന്നു, ചിലപ്പോ ഉമ്മയും രക്ഷപ്പെടുന്നു, കുടുംബവും രക്ഷപ്പെടുന്നു, നാടും രക്ഷപ്പെടുന്നു, വലിയ സമൂഹം രക്ഷപ്പെടുന്നു. അതിനെല്ലാവരും മക്കളെ വളർത്തുമ്പോ ശ്രദ്ധിച്ച് വളർത്തണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. ഒരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. സഹോദരന്മാരെ, ചെറുപ്പക്കാരനായ ഉമൈർ ഇബ്നു ഹബീബ് സുലമി റളിയല്ലാഹു അൻഹു യുവാവാണ്. പടച്ച റബ്ബിന്റെ ഇബാദത്തിൽ വളർന്നു വരികയാണ്. ആ ഉമൈർ ഇബ്നു ഹബീബ് സുലമി റളിയല്ലാഹു തആല നിങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് ആവേശമാണ്. ആ ആവേശത്തോടുകൂടെ ദീനിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനും വേറെ ഒരെട്ടാളുകളും
ഞാനും ഒരൊട്ടാളുകളും ബനൂ ഉമയ്യ ഗോത്രക്കാരുടെ ഭരണം നടക്കുന്ന കാലത്ത്, അഥവാ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ വലിയ നീതിമാനായ ഭരണാധികാരിയായിരുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലത്ത് ഞങ്ങളിങ്ങനെ ദീനീ പ്രവർത്തനത്തിന് വേണ്ടി ഇങ്ങനെ നടന്നു പോകുമ്പോ റോമൻ ചക്രവർത്തിയുടെ ആളുകൾ വന്ന് മുസ്ലിം ചെറുപ്പക്കാരായ ഞങ്ങളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യപ്പെട്ട ഞങ്ങളെ രാജാവിന്റെ മുമ്പിൽ കൊണ്ടുപോയി ഹാജരാക്കി. ഞങ്ങളെ കൂട്ടത്തിലുള്ളവർ പരിശുദ്ധമായ വിശ്വാസം ഉൾക്കൊണ്ടവരാണ്, ഈമാനുള്ളവരാണ്. ഈമാനിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറണം, നിങ്ങൾ ക്രിസ്തുമതം അംഗീകരിക്കണം. രാജാവിന്റെ നിർബന്ധമാണ്. അതിന് തുനിയാത്തവരെ കഴുത്തുവെട്ടുകയാണ്. അങ്ങനെ എന്റെ കൂടെയുള്ള 8 സഹോദരന്മാർ അവർ ഈമാൻ സംരക്ഷിച്ചതിന്റെ പേരിൽ, അവർ ഇസ്ലാം മതം വിട്ട് ക്രിസ്ത്യാനിയാകാത്തതിന്റെ പേരിൽ 8 സ്നേഹിതന്മാരുടെയും തലവെട്ടിപ്പോയി. എന്നെ തലവെട്ടിയില്ല. ചെറുപ്പക്കാരനായ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു ചെറുപ്പക്കാരനല്ലേ, നിങ്ങളെ ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല. എന്നെ രാജാവിന്റെ പ്രധാനപ്പെട്ട ഒരു സ്നേഹിതനുണ്ട്. ആ സ്നേഹിതൻ ഒരു മന്ത്രിയെ പോലെയുള്ള ആള്. അദ്ദേഹത്തിന്റെ കൂടെ എന്നെ പറഞ്ഞയച്ചു. ഞാൻ ആ വ്യക്തിയുടെ വീട്ടിലേക്ക് എത്തി. ഞാൻ അവിടെ ചെന്നപ്പോ എന്നെ ഈ ചെറുപ്പക്കാരനായ എന്നെ കൂട്ടിക്കൊണ്ടുപോയത് എന്തിനാണ്? എന്റെ ആശയം മാറ്റാനാണ്, എന്റെ ആദർശം പണയം വെക്കാനാണ്. ഞാൻ എന്ത് ചെയ്തു? എന്നെ കൊണ്ടുപോയിട്ട് നിർത്തുന്നത് ഒരു റൂമിലാണ്. ആ റൂമിലതാ സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു പെൺകുട്ടി. അത്ര ഭംഗിയുള്ള ഒരു പെൺകുട്ടി വേറെയില്ല. ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് എന്റെ മുന്നിൽ ഹാജരാക്കിയിട്ട് പറയുന്നു, ഓ മൈറേ, നീ നിന്റെ ദീനങ്ങ് വിട്ടോ, നിന്റെ ആശയം വിട്ടാൽ ഇവള് നിനക്കുള്ളതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ആ പെൺകുട്ടി തന്നെ എന്റെ റൂമിലേക്ക് കടന്നു. ഞാൻ എന്റെ റൂമിൽ വെച്ച് യാതൊന്നിനും തുനിഞ്ഞില്ല. ഞാൻ നിസ്കാരത്തിൽ തന്നെ മുഴുകി. രാജ്യത്തിന്റെ ഭരണാധികാരം പകുതി എന്നെ ഏൽപ്പിക്കാമെന്ന് വരെ പറഞ്ഞു. ഞാൻ അതിനില്ല. അവസാനം ചെയ്ത പണിയാണ്. ഞാനൊരു യുവാവല്ലേ, ചെറുപ്പക്കാരനല്ലേ. എന്നെ വശീകരിക്കാൻ സുന്ദരിയായ പെണ്ണിനെ കൊണ്ടുവന്ന് എന്റെ റൂമിലാക്കി. എന്നിട്ട് വാതിലും അടച്ച് അതാ വീട്ടുകാരൻ പോയി. ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവൾ, ഞാൻ അള്ളാഹുവിന്റെ ദീൻ അംഗീകരിച്ചവൾ. ഒരു പെണ്ണിന് വേണ്ടിയോ എന്തിനു വേണ്ടിയോ എന്റെ ദീന് ഞാൻ പണയം വെക്കുകയില്ല. ഞാൻ ഉറച്ചങ്ങ് പറഞ്ഞപ്പോ സുന്ദരിയായ ആ പെണ്ണ്, ഓ ചെറുപ്പക്കാരേ, അള്ളാഹുവിന്റെ ഇബാദത്തിൽ വളർന്നു വന്ന ചെറുപ്പക്കാരനെന്ന് നാവ് കൊണ്ട് പറയാൻ പെട്ടെന്ന് കഴിയും. പക്ഷേ ആ ഒരു തഖ്വയും ഉണ്ടാകാൻ വലിയ പണിയുണ്ട് കേട്ടോ. ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായ ഞാൻ ആ പെണ്ണിലേക്ക് തിരിഞ്ഞു നോക്കാതെ എന്റെ ദീന് കൈയൊഴിക്കില്ലെന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരിക്ക് എന്നോട് ഭേദോന്നി, നിനക്ക് പോകണമെന്നുണ്ടോ മെയ്റേ? ഞാൻ പറഞ്ഞു, അതേ. വാതില് ഞാൻ തുറന്നു തരാം. രാത്രി നീ നടന്നോ, ഒരു പട്ടാളവും കാണാതെ നടന്നോ, പകല് നീ ഒളിച്ചു നിന്നോ. ഞാൻ പറഞ്ഞതുപോലെ ആ പെൺകുട്ടി വാതിൽ തുറന്നു തന്നു. ഞാൻ അതിൽ നിന്ന് ഇറങ്ങിയങ്ങ് നടന്നു. രാത്രി പകല് ഞാൻ ഒളിച്ചു നിൽക്കും. രാത്രിയിൽ ഞാൻ എന്റെ നാട്ടിലേക്ക് മലകൾ താണ്ടി വഴികൾ താണ്ടി യാത്ര ചെയ്യും. ഞാനെങ്ങനെ നടന്നു 3 ദിവസം കഴിഞ്ഞു. 4-ാം ദിവസം ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോ, ഒരു സ്ഥലത്ത് ആരും കാണാതെ കാത്ത് ഞാനിങ്ങനെ ഒളിച്ചു നിൽക്കുമ്പോ ഞാനിങ്ങനെ പേടിക്കുന്നു.
ആരെങ്കിലും എന്നെ കണ്ടുമുട്ടുമോ, ആരെങ്കിലും എന്നെ പിടിച്ചുകൊണ്ടുപോകുമോ? അങ്ങനെ നിൽക്കുമ്പോഴതാ ഒരു കുതിര സവാരി ചെയ്യുന്ന സംഘത്തെ ഞാൻ കാണുന്നു. എന്റെ മനസ്സിൽ ഞാൻ ഭയപ്പെട്ടു, ആ കുതിരക്കാരെന്നെ കാണുമോ, എന്നെ പിടിച്ചുകൊണ്ടുപോയി അക്രമിയായ രാജാവിന്റെ മുമ്പിലെത്തിക്കുമോ? എന്റെ പേടി എന്റെ ദീന് നശിച്ചു പോകുന്നതാണ്, എന്റെ ഈമാൻ പോയി പോകുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെറുപ്പക്കാരെ, ദുന്യാവിൽ ജീവിക്കലല്ല പ്രശ്നം, മരിക്കുമ്പോ ഈമാൻ കിട്ടലാണ് പ്രശ്നം, ആഖിറം രക്ഷപ്പെടലാണ് പ്രശ്നം. ആ പ്രശ്നം ചിന്തിച്ച് ഞാൻ ഇങ്ങനെ ജീവിക്കുമ്പോ, ചിന്തിച്ചു നിൽക്കുമ്പോ ഞാനതാ ദൂരെ നിന്ന് കാണുന്നു, കുതിരക്കാരെന്നെ കൊള്ള ഓടിച്ചു വരുന്നു. അവര് വിളിക്കുന്നു ഉമൈർ, ഉമൈർ, ഉമൈർ. ഞാനൊന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എന്റെ കൂടെ രാജാവിന്റെ കൊട്ടാരത്തിൽ ഹാജരാക്കപ്പെടുകയും ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി കൊല്ലപ്പെടുകയും ചെയ്ത ശുഹദാക്കളില്ലേ, ആ 8 സ്നേഹിതന്മാർ, 8 ആളുകളും കുതിരപ്പുറത്ത് കയറി വരികയാണ്. ഞാൻ എന്റെ സമീപത്തെത്തിയപ്പോ ഞാൻ ഇതാ 4-5 ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടു പോയ എന്റെ സുഹൃത്തുക്കളോട് ചോദിച്ചു, നിങ്ങളെ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് കൊല്ലപ്പെട്ടതല്ലേ, നിങ്ങളിപ്പോൾ ഇവിടെ എങ്ങനെ എത്തി? അവരെന്നോട് മറുപടി പറഞ്ഞു, ബലാ വലാകിന്നല്ലാഹ അസ്സ വജല്ല നസറ ശുഹദാഅ വാദിന ലഹും അൻ യസ്അദൂ ജനാസത ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. വല്ലാത്ത നീതി കാണിച്ചുകൊണ്ട് ഭരണം നടത്തിയ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അല്ലേ നമ്മളെ രാജ്യത്തെ മുസ്ലിം ഭരണാധികാരി. ആ ഭരണാധികാരി മരണപ്പെട്ടു പോയി ഉമൈറേ. അദ്ദേഹത്തിന്റെ മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കാൻ ശുഹദാക്കളായ ഞങ്ങൾക്ക് അല്ലാഹു സമ്മതം തന്നു. ഞങ്ങൾ ആ മഹാന്റെ മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കാൻ ശുഹദാക്കളായ ഞങ്ങൾ കുതിരപ്പുറത്ത് കയറിപ്പോയി വരികയാണ് എന്നോട് അവര് പറഞ്ഞു. അതോടുകൂടെ അവരിൽ നിന്നൊരാൾ എന്നോട് പറഞ്ഞു, നാബിൽ നീ ഉമൈറേ, നിന്റെ കൈയൊന്ന് പൊക്കൂ. ഞാൻ എന്റെ കൈയൊന്ന് പൊക്കിക്കൊടുത്തു. അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് എന്റെ കൈ കുതിരപ്പുറത്ത് നിന്ന് പിടിച്ചു. എന്നെ ആ ശുഹദാക്കൾ കയറി യാത്ര ചെയ്യുന്ന കുതിരപ്പുറത്ത് കയറ്റി. അതാ അവർ സ്പീഡിൽ യാത്ര തുടർന്നു. അവസാനം എന്റെ വീട്ടിന്റെ സമീപത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി എന്നെയും ഇറക്കി. രാജാവിന്റെ കൊട്ടാരത്തിൽ കൊല്ലപ്പെട്ടു പോയ 8 ശുഹദാക്കളും കുതിരപ്പുറത്ത് തന്നെ അവർ തിരിച്ചുപോയി. സർവ മുജാഹിദും സർവ ജമാഅത്തുകാരും സർവ തബ്ലീഗുകാരും ഒരുപോലെ അംഗീകരിക്കുന്ന പണ്ഡിതനല്ലേ ഹാഫിദ് ഇബ്നു കസീർ. അദ്ദേഹത്തിന്റെ അൽ ബിദായത്ത് വന്നിഹായ എന്ന ഗ്രന്ഥത്തിന്റെ 9-ാം വാല്യം 219-ാം പേജിൽ ശുഹദാക്കൾ രക്ഷപ്പെടുത്തിയ ഈ സംഭവം, അതേ ചെറുപ്പത്തിൽ അല്ലാഹുവിന്റെ ദീന് മുറുകെ പിടിച്ച് ഒരു ദൗർബല്യത്തിനും അതാ അടിമപ്പെടാതെ സുന്ദരിയായ പെണ്ണിനെ ഒറ്റയ്ക്ക് പ്രൈവറ്റ് റൂമിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോ തിരിഞ്ഞു നോക്കാതെ ദിക്റിലും സലാത്തിലും ദുആയിലും നിസ്കാരത്തിലും കഴിഞ്ഞ ആ ചെറുപ്പക്കാരൻ അല്ലാഹു കൊടുത്ത കാവലും ആ ചെറുപ്പക്കാരനായ ഉമൈർ ഇബ്നു ഹബീബ് സുലഭി തങ്ങൾക്കുണ്ടായ കറാമത്തും ഇമാം ഹാഫിദ് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്ത് വന്നിഹായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ദുന്യാവ് രക്ഷിക്കുന്ന, ദുന്യാവിൽ രക്ഷ നൽകുന്നവൻ അല്ലാഹു തന്നെ, ആഖിറത്തിൽ രക്ഷ നൽകുന്നവനും അല്ലാഹു തന്നെ. ആ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയണം, അല്ലാഹുവിനെ പ്രിയം വെക്കണം, അല്ലാഹുവിന് വേണ്ടി ജീവിക്കണം, അല്ലാഹുവിന് വേണ്ടി മരിക്കണം. അതാണ് ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതവും എന്റെ മരണവും സർവ്വലോകവും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന അല്ലാഹുവിന് സമർപ്പിച്ചത് തന്നെ. അല്ലാഹുവിനെ പ്രിയം വെച്ച് അല്ലാഹുവിന്റെ ദീന് മുറുകെ പിടിച്ച് ആ രാജാവിനെ ഞാൻ ധിക്കരിക്കുകയില്ല. ആ രാജാവിനെ ഇബാദത്തെടുക്കലാണ് എന്റെ അഭിമാനം, ആ രാജാവിന് ദിക്ർ ചെയ്യലാണ് എന്റെ ആവേശം, ആ രാജാവിന്റെ ദീന് മുറുകെ
മുറുകെ പിടിക്കലാണ് എന്റെ കടമ. ആ രാജാവിന് അടിമപ്പെട്ട് ജീവിക്കലാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഈ ചിന്തയിൽ ജീവിച്ചു മരിക്കുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ ഇബാദത്തിൽ വളർന്നു വന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ പലരും വിയർപ്പിലിങ്ങനെ മുങ്ങിക്കുളിക്കുമ്പോ രാജാവായ റബ്ബേ ആ ചെറുപ്പക്കാരന് കൊടുക്കുന്ന സമ്മാനമാണ്. അതേ സബ്അത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. അല്ലാഹുവിന്റെ തണലല്ലാതെ ഒരു തണലുമില്ലാത്ത റബ്ബിന്റെ കോടതിയിൽ അർശിന്റെ തണൽ തന്നെ. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത വെയിലും ചൂടുമുള്ളതിന്റെ കോടതിയിൽ അർശിന്റെ തണൽ കൊണ്ട് അനുഗ്രഹിക്കണം റഹ്മാനേ. നിന്റെ സാലിഹീങ്ങളെ പ്രിയം വെച്ചവർ, നിന്റെ ഔലിയാക്കളെ വഴിയിലേക്ക് ക്ഷണിക്കുന്നവർ, നിന്റെ സജ്ജനങ്ങളുടെ കൂടെ ചേർന്നവർ, അത്തരം മഹാന്മാരെ പിൻഗാമികളായി ഞങ്ങളെയും നീ സ്വീകരിക്കണം റഹ്മാനേ. ഞങ്ങളെ സദസ്സുകളും ഞങ്ങളെ സ്ഥാപനങ്ങളൊക്കെ നീ ദുആക്ക് ഇജാബത്തുള്ളതാക്കണം റഹ്മാനേ. ഞങ്ങളെ സദസ്സിലും അല്ലാതെയും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത 10,000-ങ്ങളുണ്ട്. നീ അവരുടെയും ഞങ്ങളുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ നിറവേറ്റണം റഹ്മാനേ.